സോ ഗുഡ് ഈവനിങ്. പി സി ടിയുടെ കോഫി വിത്ത് പി സി ടി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സൈക്കോളജി അവർ എന്നാണ് ഈ പ്രോഗ്രാമിന്റെ പേരിട്ടിരിക്കുന്നത്. പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ആൻഡ് ട്രെയിനേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൺഡേയ്സും 4:30 നടക്കുന്ന പ്രോഗ്രാമാണിത്. പ്രത്യേകിച്ച് നമ്മുടെ ട്രെയിനേഴ്സിനും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും പ്രയോജനകരമായ രീതിയിലുള്ള ക്ലാസ്സുകൾ എടുക്കുക എന്നുള്ളതാണ് പി സി ടിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. പി സി ടിയുടെ സ്റ്റേറ്റ് ലീഡേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലുള്ള ലീഡേഴ്സ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ് പരീക്ഷാക്കാലത്ത് മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഈ ഒരു വിഷയം നമുക്കറിയാം, ഇനിയുള്ള സമയങ്ങളിൽ ഇപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്ക് വരുമ്പോൾ പരീക്ഷയുടേതായ ഒരു ആൻസൈറ്റി എപ്പോഴും എല്ലാവർക്കും ഉണ്ടാകാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കും ഈ ട്രെയിനേഴ്സിൻ്റെ തലത്തിലുമൊക്കെ അത് കൗൺസിലേഴ്സിൻ്റെ തലത്തിലൊക്കെ അത് സംഭവിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എന്തൊക്കെയാണ് കുട്ടികളുടെ പ്രശ്നങ്ങളെന്നും ഈ കുട്ടികളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്നും അതിൻ്റെ മാനസികവും ശാരീരികവുമായ തലത്തെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുന്നത് സനിൽ സാറാണ്. ഡോക്ടർ സനിൽ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്ത ഓഫീസറായിരുന്നു. ഇപ്പോൾ നാട്ടിലെ പ്രത്യേകിച്ച് ഈ വെൽനസ്സുമായി ബന്ധപ്പെട്ട് ഹെൽത്ത്, വെൽനസ് ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ വളരെ കൃത്യമായ ട്രെയിനിങ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് വെൽനസ് കമ്മ്യൂൺ, അതുപോലെ തന്നെ വി ഫോർ വെൽനസ് ഇങ്ങനെയുള്ള ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ്. ഒരു വർഷക്കാലം അല്ലെങ്കിൽ മാസങ്ങളോളം ഈ ഒരു പ്രോസസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം റിസൾട്ടുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഒരു വെൽനസ് നമ്മളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് സാറിലൂടെ നമുക്ക് കേൾക്കാം. വളരെ കൃത്യമായ ആധികാരികമായ തലങ്ങളിൽ സാറ് ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്, ഓഫ്ലൈൻ ഓൺലൈൻ കൺസൾട്ടേഷൻസ് നടത്തുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ദിവസം കുട്ടികളുടെ ഈ പ്രശ്നങ്ങളും മാതാപിതാക്കൾക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ള ഈ വിഷയത്തെ വളരെ ആധികാരികമായി സനിൽ സാർ നമ്മൾ സംസാരിക്കും. നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, അതോടൊപ്പം സനിൽ സാറിനെയും. സനിൽ സാർ, യു ആർ വെൽക്കം. Thank you, Sabu sir, and good evening all. ഈ ഒരു സെഷനെ പറ്റിയിട്ട് ഇന്ന് വൈകുന്നേരം ഉള്ള ഒരു സെഷനെ പറ്റിയിട്ട് സാബു സാർ എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാനിത് എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളതാണ് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം സാബു സാറും ഞാനും തമ്മിൽ കുറച്ച് കാലങ്ങളായിട്ട് പരിചയമുണ്ട്, മേ ബി ഒരു 2.5-3 വർഷത്തോളമായിട്ട്. ആ സമയത്താണ് വി ഫോർ വെൽനസ് എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തതും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ഗ്രൂപ്പ് വഴിയാണ്, നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ലാതെ ഒരു ഗ്രൂപ്പ് വഴിയാണ് ഞാനും സാബു സാറും തമ്മിലുള്ള പരിചയം എന്നുള്ളതും ഇതിലൊരു പ്രധാനമായിട്ട് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പൊ ഈ ഞായറാഴ്ചത്തെ സെഷനെ പറ്റി എന്നോട് സംസാരിച്ചപ്പോൾ സാറ് പറഞ്ഞു അതൊരു കൗൺസിലേഴ്സ് ആക്ച്വലി സാധാരണ എടുക്കുന്നത് പോലെ അല്ല, പക്ഷെ ഒരു കൗൺസിലേഴ്സിന് വേണ്ടിയിട്ടുള്ള, കൗൺസിലേഴ്സിന് വീണ്ടും സ്കൂളുകളിലും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു ഇൻപുട്ട് ആഡ് ഓൺ കിട്ടാൻ സാധ്യതയുള്ള രീതിയിലായിരിക്കണം ഇന്നത്തെ സെഷൻ എന്നാണ് എന്നോട് ആവശ്യപ്പെട്ടത്. അപ്പോ തീർച്ചയായിട്ടും എനിക്കത് പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് വിശ്വാസം. ഞാൻ കൗൺസിലിംഗ് ബാക്ക്ഗ്രൗണ്ടിലാണ് തുടങ്ങിയതെങ്കിലും സൈക്കോളജിസ്റ്റ് ആണ്, അതുപോലെ തന്നെ ഈവൻ ഇന്റലക്ച്വൽ ടെസ്റ്റ്, IQ ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ 2004 മുതൽ ഒരുപക്ഷെ സജീവമായിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ടെസ്റ്റുകളും ആ സമയത്തൊക്കെ അപ്ലിക്കബിൾ ആയിട്ടുള്ളത് പലതും, ഈവൻ മിനസോട്ട ടെസ്റ്റുകളൊക്കെ ആ സമയത്ത് ചെയ്യിക്കാറുണ്ടായിരുന്നു. 2009 ശേഷമാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് നമ്മുടെ വെൽനസ്, മാനസികമായിട്ട് മാത്രമല്ല ശാരീരികമായിട്ടുള്ള വെൽനസിനും കൂടുതൽ ആവശ്യമുണ്ട്. കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം നമ്മുടെ ജീവിതം എന്നും ശ്രദ്ധിക്കുകയും, അല്ലെങ്കിൽ അങ്ങനെ ഒരു മെന്റർഷിപ്പിലേക്ക് എത്തുകയും പിന്നീട് അതിനെ അഡോപ്റ്റ് ചെയ്തിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കോച്ചിങ് എന്നുള്ള രീതിയിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും ശരീരവും ഒരുമിച്ചാണ് വർക്ക് ചെയ്യേണ്ടതെന്നതിന്റെ വളരെ വ്യക്തമായിട്ടുള്ള കുറെ ഐഡിയാസ് കിട്ടി. അതിലൊന്നാണ് ഒരുപക്ഷെ നമ്മുടെ വയറും നമ്മുടെ മനസ്സും തമ്മിലുള്ള ബന്ധം. ഒരുപക്ഷെ GB എന്ന് പറയും, ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്ന് പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇൻഡിവിജ്വൽ ആയിട്ട്, മീൻസ് നമ്മളിപ്പോ ഒരു മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓർത്തോപെഡീഷന് പോയി കാണിക്കും, ഡോക്ടറെ കാണിക്കും, അല്ലെ? അതുപോലെ തന്നെ സപ്പോസ് ലിവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ഒരു എൻഡോക്രൈനോളജിസ്റ്റോ അതല്ലെങ്കിൽ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, വയറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡോക്ടറെ ആയിരിക്കും കൂടുതലായിട്ട് അതിനെ കാണുന്നുണ്ടാവുക. അതുപോലെ ഹേർട്ടിന് കാർഡിയോ. പക്ഷെ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണോ?
നമ്മുടെ ശരീരം ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ്, എല്ലാ അവയവങ്ങളും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ. അതിനു വേണ്ടിയിട്ട് പല ഹോർമോണുകളും പല എൻസൈമുകളും പല ന്യൂറോ കെമിക്കൽസും ഒക്കെ നമ്മുടെ ശരീരം ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, സെക്രീറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിന്റെ ആരോഗ്യത്തിലും സ്വാധീനിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതാണ് ഇന്നിപ്പോ ഞാൻ സംസാരിക്കുന്ന ടോപ്പിക്കിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ ഇതെങ്ങനെയാണ് എന്ന് നമുക്കൊരു സ്ലൈഡോട് കൂടിയിട്ട്, ഒരുപക്ഷെ സ്ലൈഡ് എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് കണക്ഷൻ ഉണ്ടാവും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. അങ്ങനെ ഒരു സ്ലൈഡോട് കൂടിയിട്ട്, PPTയോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ ഒന്ന് കാണാം. സോ ഓക്കെ, സ്ലൈഡ് വിസിബിൾ അല്ലേ സർ? കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. ഈ സെഷൻ തീർച്ചയായിട്ടും ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് തന്നെയാണ് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യം. സോ മേ ബി കുറച്ച് സ്ലൈഡുകൾ നിങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ എൻഡിലോ അവസാനമായിട്ടോ നമുക്ക് കുറച്ചു നേരം സംസാരിക്കുകയും ചെയ്യാം. എന്തൊക്കെയാണ് സംശയങ്ങളുള്ളതെന്നോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ക്ലാരിറ്റി കൂടുതൽ വരുത്തേണ്ടതെന്നോ ഒരുപക്ഷെ നെക്സ്റ്റ് സെഷന് മറ്റൊരു ഗ്രൂപ്പിന് വേണ്ടിയിട്ട് എടുക്കുമ്പോൾ ഈവൻ എനിക്കും അത് യൂസ്ഫുൾ ആവും. സോ എക്സാം ടൈം ഫോർ ചിൽഡ്രൻ, കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ എക്സാംസ് നടക്കുന്നതെങ്കിലും അവിടെ പാരന്റ്സ് കൂടി ഒരു തരത്തില് ഒരു ടെസ്റ്റിന് എഴുതാതെ, പരീക്ഷ എഴുതാതെ തന്നെ അവിടെ പ്രസന്റ് ആവുകയല്ലേ ചെയ്യുന്നത്, ഇന്റർവ്യൂ പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ. പാരന്റ്സിനും അത് പ്യൂറായിട്ട് ഒരു എക്സാം ടൈം തന്നെയാണ് ആവുന്നത്. അതുകൊണ്ട് തന്നെ പരീക്ഷ കാലത്ത് മാതാപിതാക്കൾ അറിയാൻ വേണ്ടിയിട്ട്, കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷനായിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ നമുക്ക് കാണാം. സോ ആർ യു റെഡി? ആർ യു റെഡി ഫോർ എക്സാംസ്? കുട്ടികളോട് നമ്മൾ ഇന്നിങ്ങനെ ചോദിക്കുമെങ്കിലും കുട്ടികൾ മാത്രമല്ല, പാരന്റ്സും ഈ എക്സാം ടൈമില് ആർ യു റെഡി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. സാധാരണഗതിയിൽ ഒരു ടിപ്പിക്കൽ എക്സാം ഡേയില് എന്താണ് സംഭവിക്കുന്നത്? എക്സാം കഴിഞ്ഞ് കുട്ടി വരുന്ന സമയത്ത് സാധാരണഗതിയിൽ എല്ലാ ദിവസങ്ങളിലെയും പോലെ തന്നെ അവന് ഒരു ഗ്ലാസ് പാലോ അല്ലെങ്കിൽ സ്നാക്സോ കൊടുക്കുവോ? അതല്ല, എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ പറ്റിയിട്ട് ആദ്യം തന്നെ ഒന്ന് ചോദിക്കാം, അതിനുശേഷം നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക്, ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ വിശപ്പിനെ പറ്റിയിട്ടോ ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണോ ചെയ്യുന്നത്? ഒരുപക്ഷെ മാക്സിമം പാരന്റ്സും ഈ ഭക്ഷണം എന്നുള്ളതിനെ മാറ്റിവെച്ച് ഭക്ഷണത്തിന് മുമ്പ് തന്നെ ഈ ഒരു ക്രോസ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എന്താണ് കുട്ടിയുടെ അന്നത്തെ ദിവസം എങ്ങനെയാണ് കടന്നുപോയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടാവും. പലതരത്തിലുള്ള ഈവൻ കമ്പാരിസൺസ് പോലും അവിടെ വരാം. ഇപ്പൊ ഞാൻ മാർക്കിനെ പറ്റിയല്ല സംസാരിക്കുന്നത്, ഞാൻ സംസാരിക്കുന്നത് ആ കുട്ടികൾക്ക് എത്രത്തോളം പരീക്ഷ എഴുതാൻ പറ്റി, എത്രത്തോളം അതിനെ ക്ലാരിറ്റിയോട് കൂടിയിട്ട് കാണാൻ പറ്റി എന്നുള്ളതിന്റെ അപ്രോച്ച് പാരന്റ്സിന്റെ ഭാഗത്ത് തന്നെ തുടങ്ങുന്നു. പക്ഷേ ഇത് ഒരുപക്ഷെ കുട്ടിയുടെ വിശപ്പിനെ പോലും അധികരിച്ചുകൊണ്ടാണ്. അന്നത്തെ ദിവസത്തെ മീൽ ടൈം, സപ്പോസ് ആ കുട്ടിയുടെ എക്സാം നല്ല രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ആ മീൽ ടൈം ഒരു സന്തോഷത്തോടു കൂടിയുള്ള മീൽ ടൈം ആയിരിക്കും. ഡിന്നർ കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് സ്നാക്സിന്റെ ടേസ്റ്റ് ഒരുപക്ഷെ ആ കുട്ടി മനസ്സിലാക്കില്ല. അതിനു പകരം പൂർണ്ണമായിട്ടും തലയിലേക്ക് പോകുന്ന ഒരു കാര്യം എന്താണ്, നേരത്തെ കഴിഞ്ഞ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള എക്സാമിന്റെ ടൈമും അതിന് കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഈവൻ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഫോഴ്സോ അല്ലെങ്കിൽ ക്രോസ് ടോക്കുകളോ സംഭവങ്ങളോ ഒക്കെ ആയിരിക്കും. ഇതിൽ നിന്ന് മാറിയിട്ട് ഒരു ഹാപ്പി മൂഡിലാണ് അന്നത്തെ ദിവസം പോകുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ ഉള്ള എക്സാം എങ്ങനെയായിരിക്കും? കുറച്ചുകൂടി ബെറ്റർ ആവാൻ സാധ്യതയുണ്ട് അല്ലെ? ബാക്കി കുട്ടികളുടെ ഇന്റലിജൻസും കുട്ടികളുടെ ഓർമ്മശക്തിയും ഒക്കെ അനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. നമ്മൾ എത്ര തന്നെ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാലും അതൊന്നും അങ്ങനെ 100% കറക്റ്റ് ആവാൻ പോകുന്നില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആസ് എ പാരന്റ്, ഇന്നിപ്പോ ഇവിടെ നിൽക്കുന്നത് വെറും കൗൺസിലർ മാത്രമല്ല, നിങ്ങളൊക്കെ പാരന്റ്സും കൂടിയാണല്ലോ. ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടികൾ എക്സാംസ് കഴിഞ്ഞവരുണ്ടാവാം, അല്ലെങ്കിൽ ഇപ്പോഴും എക്സാംസോ ഇന്റർവ്യൂവോ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടാവാം, മേ ബി PSC വാട്ടെവർ. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, എ ഗ്രേഡോ അല്ലെങ്കിൽ നമ്മുടെ സമയത്തുള്ള 80% ഡിസ്റ്റിങ്ഷനും 90% ഒക്കെ കിട്ടിയത് കൊണ്ടാണോ നമ്മൾ ഇന്ന് ഈ ലെവലിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, ചർച്ച ചെയ്യുന്നത്? ഒരുപക്ഷെ ആയിരിക്കില്ല അല്ലെ. അത്ര വെൽ ആയിട്ടുള്ള നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു സയന്റിഫിക് ലെവലിലുള്ള ഇന്റലക്ച്വൽ കപ്പാസിറ്റി നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഇവിടെയാണോ ഉണ്ടായിരിക്കേണ്ടത്? അതുപോട്ടെ, നമ്മളൊക്കെ പാഷനേറ്റ് ആയിട്ട് പഠിച്ച കാര്യങ്ങളും അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നമ്മുടെ ചെറുപ്പകാലത്ത് ചർച്ച ചെയ്ത വിഷയങ്ങളാണോ ഇന്ന് നമ്മൾ
പെർഫോം ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫീൽഡ് കൗൺസിലിംഗ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ടാണോ മുമ്പ് നമ്മൾ ഉണ്ടായിരുന്നത്? അല്ലെങ്കിൽ ഇന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് മുമ്പൊരു കാലത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു? സാധ്യതയില്ല, അല്ലെ? എന്നിട്ടും നമ്മൾ ഇന്ന് ഈ ലെവലിൽ നല്ല പോലെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഗൈഡ് ചെയ്യാൻ, മെന്റർഷിപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുട്ടികളും ഏതാണ്ട് ആ ലെവലിലേക്ക് തന്നെ വരുമെന്ന് വിശ്വസിക്കുക. ഇതാണ് ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം. സാധാരണഗതിയിലെ കുട്ടികൾക്ക് എക്സാം സമയത്ത് ഉണ്ടാവുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം എന്ന് പറയുന്നത് എക്സാം ഫിയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാരണം കൊണ്ടും ഉണ്ടാവാം. പക്ഷെ ഈ എക്സാം ഫിയറിന് തന്നെ ഹെൽത്ത് ഇഷ്യൂസുമായിട്ട് കണക്ട് ചെയ്തിട്ട് പലതും ഉണ്ടാവാറുണ്ട്. ഒരു പക്ഷെ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാവാം. ഒരു ചുമ, അല്ലെങ്കിൽ തൊണ്ടവേദന, ഈവൻ ജലദോഷം, പനി, പല പ്രശ്നങ്ങളും. അത് വൈറൽ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അതല്ലെങ്കിൽ പലതരത്തിലുള്ള വേദനകൾ ഉണ്ടാവാം. സൈക്കോസൊമാറ്റിക് പോലെയുള്ള പല വേദനകളും ഉണ്ടാവാം. പക്ഷെ ഇത്തരം രോഗങ്ങളെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്, ശരിയല്ലേ? അതുപോലെ ക്ഷീണം, ബോഡി പെയിൻ, അലർജിക് ആയിട്ടുള്ള, ചിലപ്പോൾ പൊടിയൊന്ന് തൊട്ടാൽ തന്നെ അപ്പോഴേക്കും അലർജി. ഒരുപക്ഷെ ഇത്തരം ഹെൽത്ത് ചലഞ്ചസ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എക്സാം അല്ലാത്ത ഒരു സമയത്ത് ഉണ്ടാവണമെന്നില്ല. അവന് എക്സാമിന്റെ സമയത്താണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഈവൻ വിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, മറ്റു ഹെൽത്ത് ചലഞ്ചസ്, ഇതൊക്കെ ഉണ്ടാവുമ്പോഴും, ആൻഡ് സ്ട്രെസ്, ആങ്സൈറ്റി, ഡിപ്രഷൻ, ഇത്തരം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ഒക്കെ ഇത് എന്തുകൊണ്ടാണ് എക്സാമിന്റെ സമയത്ത് ഇത്രയും കൂടുതലാവാൻ കാരണം, അധികരിച്ച് കാണാൻ കാരണം? അതിന്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഫിസിയോളജിക്കൽ ലെവലിൽ, നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലെവലിൽ പറയുകയാണെങ്കിൽ സ്ട്രെസ് ആണ്. അതുപോലെ ഉറക്കം, മറ്റ് ശരീരത്തിന്റെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ ഒഴിവാക്കുന്നു. അതായിരിക്കാം ഈ ഒരു സമയത്ത്, എക്സാം സമയത്ത് കൂടുതലായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ കാരണം പുറത്തു വരാൻ കാരണം. സോ എന്താണ് ഇതിന്റെ കോമൺ ഹെൽത്ത് ചാലഞ്ചസ് എന്ന് നോക്കാം. കോസ് എന്തായിരിക്കും? ഒന്ന്, ഔട്ട്ഡോർ ആക്ടിവിറ്റി ഇല്ല. പുറത്ത് നിന്ന് കളിക്കാനുള്ള സമയം വളരെ ചുരുങ്ങുന്നു. അതുപോലെ തന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കുന്നില്ല, ശരിയായ അളവിൽ കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നത് വളരെ കുറഞ്ഞു, ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. പക്ഷെ ഹൈഡ്രേഷൻ പകരം മറ്റു പല, ഈവൻ സോഡ പോലെയുള്ള അല്ലെങ്കിൽ ജ്യൂസസോ ഷുഗറി ആയിട്ടുള്ള ഐറ്റംസോ കഴിക്കുന്നുണ്ടാവാം. പക്ഷെ ഇതൊന്നും ഹൈഡ്രേഷന് പകരാവുന്നില്ല. നമ്മുടെ ശരീരത്തിന് വെള്ളം വേണ്ടെടുത്ത് വെള്ളം തന്നെ വേണം. മറ്റ് പല ചായ, കാപ്പി പോലെയുള്ള ലിക്വിഡ്സ്, അതിപ്പോ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അമ്മ ചൂട് കാപ്പി തരുന്നതായാൽ പോലും ആ ചൂട് കാപ്പിക്ക് ശരിക്കും ഡയൂററ്റിക്കിന്റെ അല്ലെങ്കിൽ വെള്ളം ശരീരത്തിൽ നിന്ന് കളയാനുള്ള എഫക്റ്റ് ആണ് കൂടുതൽ. അപ്പൊ അത് ഒരു ഇഷ്യൂ ഉണ്ടാക്കാം. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവാം. കാൽസ്യം, അയൺ പോലെയുള്ള ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി തീർച്ചയായിട്ടും ഒരാൾക്ക്, പ്രത്യേകിച്ചും കുട്ടികൾക്ക്, ക്ഷീണം അല്ലെങ്കിൽ ബോഡി പെയിൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. സ്ലീപ്പ് ക്വാളിറ്റി കുറവാണ്. നമ്മൾ എത്ര സമയം ഉറങ്ങുന്നു എന്നത് മാത്രമല്ല, എത്ര ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് ആണ് നമുക്കുള്ളത് എന്നും പ്രധാനമാണ്. ഇത് കുട്ടികളെ സംബന്ധിച്ച് എക്സാം സമയമാകുമ്പോഴേക്ക് വളരെ ഇംപ്രോപ്പർ ആയ രീതിയിലേക്കാണ് മാറുന്നത്. ഒരുപക്ഷെ രാത്രിയിൽ വളരെ നേരം ഉറക്കമൊഴിച്ചിരുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട പല ടോപ്പിക്കുകളും ഉണ്ടാവാം. എക്സാമിന് മുമ്പ് തന്നെ, ഇപ്പോ എൻ്റെ മോൻ +2-നാണ്, ഈ ഒരു സമയത്ത് തന്നെ റെക്കോർഡ് ഷീറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് പോലും വളരെ കൂടുതലായിട്ട് മറ്റ് ഇൻവോൾവ്മെന്റ്, അവന്റെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ പോലും അവിടെ അത്തരം കാര്യങ്ങളും കൂടി വരുന്നത് കൊണ്ട് ആ ഒരു കംപ്ലീഷൻ മോഡിലേക്ക് അവര് പോകേണ്ടി വരും. കാരണം ഇത് തീരുവാണ്, കോഴ്സ് തീരുവാണ്. അപ്പൊ കോഴ്സ് തീരുമ്പോഴേക്ക് ആനുവൽ ആയിട്ട് തീർക്കേണ്ട പല കാര്യങ്ങളും അവർക്ക് ഫൈനലി തീർക്കേണ്ടതുണ്ട്. അപ്പൊ പഠനം ഒരു ഓറിയന്റേഷൻ ആയിട്ടുള്ള, ടൈം റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ലീപ്പ് ക്വാളിറ്റി കുറയാം. സ്ട്രെസ്സും എക്സാം ഫിയറും. സ്ട്രെസ് എന്താണ്? എന്റെ പെർഫോമൻസ് എങ്ങനെയിരിക്കും എന്നുള്ളത് വരുന്നിടത്ത് മാത്രമാണ് സ്ട്രെസ് വരുന്നത്. എക്സാം ഫിയർ എന്ന് പറയുന്നത് ആ എക്സാമുമായിട്ട് ഇനി വരാൻ പോകുന്ന ഒരു ഇൻസിഡന്റ്, ആ ഇൻസിഡന്റിനെ ഞാൻ എങ്ങനെ കാണുന്നു, അവിടെയാണ് എക്സാം ഫിയർ വരുന്നത്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ വെളിച്ചത്തിന്റെ കുറവ്. വെളിച്ചക്കുറവ് എന്ന് ഉദ്ദേശിക്കുന്നത് പഠിക്കുമ്പോഴുള്ള വെളിച്ചക്കുറവല്ല, സൺലൈറ്റുമായിട്ട് നേരിട്ട് കണക്ഷൻ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ കുറയും. അതുകൊണ്ട് തന്നെ
ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ശരീരത്തിൽ നല്ലൊരു ഇമ്മ്യൂണോ മോഡുലേറ്റർ ആണ്. ഇമ്മ്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് വളരെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ വൈറ്റമിൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ ഇമ്മ്യൂണിറ്റിക്ക് താളപ്പിഴ സംഭവിക്കാം. അതും ഇത്തരം ഹെൽത്ത് ചലഞ്ചസിന് ഒരു കാരണമാവുന്നുണ്ട്. പുവർ ഹൈജീൻ, സമയത്തിന് കുളിക്കില്ല, സമയത്തിന് പല്ല് തേക്കില്ല, അല്ലെങ്കിൽ ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈവൻ സ്ലീപ്പ് ഹൈജീൻ, ഭക്ഷണത്തിന്റെ ഹൈജീൻ, മെന്റൽ ഹൈജീൻ, എല്ലാം ഇതിലൊക്കെ ഹൈജീൻ നമ്മൾ പുലർത്തേണ്ടത് ആവശ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വ്യത്യാസം വരുന്ന സമയത്താണ് കൂടുതലായിട്ടും ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകൾ കാണപ്പെടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു പുതിയ പെർസ്പെക്റ്റീവ് കുട്ടികളുടെ അടുത്തും പാരന്റ്സിന്റെ അടുത്തും പറഞ്ഞു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതൊരു പക്ഷേ എക്സാംസ് മാത്രമല്ല, അല്ലെങ്കിൽ ഇപ്പൊ ഈ വരുന്ന ഒരു എക്സാം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇനി ഇത് മുതൽ ഒരുപക്ഷെ ഇതൊരു പ്രധാനപ്പെട്ട എക്സാം ആയിരിക്കാം, പക്ഷെ ഇത് മുതൽ ഇനി എത്രയോ എക്സാംസ് വരാനിരിക്കുന്നു. 10th 9th പഠിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ എന്താ പറയാ, ഇതാണ് പ്രധാനപ്പെട്ട എക്സാം. 10th പ്രധാനപ്പെട്ട എക്സാം ആണ്. അത് കഴിഞ്ഞിട്ട് 11th 12th 11th ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെങ്കിലും 12th എഗെയിൻ സീരിയസ് ആണ്. അത് കഴിഞ്ഞിട്ട് ഡിഗ്രി എക്സാംസ്, അല്ലെങ്കിൽ മറ്റ് എൻട്രൻസുകൾ, അത് കഴിഞ്ഞിട്ട് PSC, ഇങ്ങനെ തുടങ്ങിയിട്ട് ഇൻക്ലൂഡിങ് പ്രൊമോഷൻ ടെസ്റ്റുകൾ. ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള പ്രൊമോഷൻ ടെസ്റ്റുകൾ അടക്കം പലതരത്തിലുള്ള ടെസ്റ്റുകൾ ആ കുട്ടി പാസ്സാവാനുണ്ടത്ര. അത് ജീവിതത്തിലെ പരീക്ഷകളാണെങ്കിലും വളരെ കൂടുതലാണ്. ഒരുപക്ഷെ ബിസിനസ് ലൈനിലേക്കോ അല്ലെങ്കിൽ മറ്റ് റിസർച്ച് ഏരിയകളിലേക്കോ പോകുന്ന ഒരു കുട്ടിക്കും ഇതേ പ്രാധാന്യം തന്നെ നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്, അല്ലെ? നമ്മുടെ പഠനം, അതുപോലെ തന്നെ നമ്മുടെ കാരിയർ, ഇത് രണ്ടുമാണോ ഇമ്പോർട്ടന്റ്? സാധാരണഗതിയിൽ പഠിച്ച അതേ കാര്യത്തിൽ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പഠിച്ച അതേ കാര്യത്തിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാവീണ്യം ഉണ്ടായിരുന്ന സബ്ജക്ട് നമ്മൾ ഒരുപക്ഷെ അടുത്ത കാലത്തായിട്ട് തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. ഉദാഹരണം, ഞാൻ എൻ്റെ ഒരു ക്ലാസ്മേറ്റിന്റെ കാര്യം പറയാം. നമ്മളൊക്കെ +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് സയൻസ് ഗ്രൂപ്പ് വിത്ത് അഡീഷണൽ മാത്സ് എടുത്തിട്ടൊക്കെ പഠിച്ചതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജീവിതത്തിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, അത് സയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഞാൻ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലാണ് ഉണ്ടായിരുന്നത്. അതേ സമയത്ത് ഞാൻ അതിനുശേഷം സൈക്കോളജി പഠിച്ചു. എൻ്റെ സുഹൃത്ത് ഇത് രണ്ടും പഠിച്ചതിന് ശേഷം ഇപ്പൊ ചെയ്യുന്നത് സംസ്കൃതം ടീച്ചിങ് ആണ്, അതും വേറൊരു രാജ്യത്ത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ അത്രയും പ്രാവീണ്യമുള്ള ഏരിയകളിൽ, അല്ലെങ്കിൽ അത്രയും മുന്നോട്ട് പോകണം എന്ന് ചിന്തിച്ച ഏരിയകളിലല്ല നമ്മൾ ഇന്നുള്ളത്. സോ സ്റ്റഡി, നമ്മൾ ഇന്ന് പഠിച്ച് വളരെ നല്ല മാർക്ക് വാങ്ങിച്ച സബ്ജക്ട് ഒരുപക്ഷെ നമ്മുടെ കാരിയർ ഓപ്ഷൻ ആയിരിക്കണം എന്നില്ല. സപ്പോസ് അങ്ങനെ ഒരു കാരിയർ വളരെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റി എന്നും വിചാരിക്കുക, ക്യാരക്ടർ മോശമാണെങ്കിലോ? സോ അൾട്ടിമേറ്റ്ലി നമ്മുടെ ക്യാരക്ടർ വളരെ നല്ലതായിരിക്കണം, നമ്മുടെ കാരിയർ പാഷനേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കണം. ഇത് രണ്ടും മാച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ ജീവിതത്തിൽ ഒരു നല്ല വിജയം നേടിയെന്ന് പറയാൻ പറ്റൂ. ആ ഒരു വിജയത്തിലേക്ക് അവരെ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ട ഒരു സപ്പോർട്ട്, അല്ലെങ്കിൽ ഒരു മെന്ററിങ്. ശരിയായ ശീലങ്ങൾ, അതൊരു പക്ഷേ കുട്ടികളോട് നമ്മൾ ശരിയായ ശീലം നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പറയുന്നതിന് പകരം, നമ്മൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതായിരിക്കില്ല നല്ലത്. ശരിയായ നല്ല ഹാബിറ്റ്സ് ആസ് എ പാരന്റ് നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി വേണ്ടുന്നത് മാത്രം കുട്ടികൾ എടുക്കും. അതെല്ലാം കുട്ടികൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല, ബട്ട് ദർ ഇസ് എ ചാൻസ്. പക്ഷെ നമ്മൾ തെറ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തെറ്റായ കാര്യം 200% ഫോളോ ചെയ്യാൻ സാധ്യതയുണ്ട്. ശരിയായ കാര്യം നമ്മൾ ചെയ്താൽ മേ ബി ഒരു 50% അവർ ഫോളോ ചെയ്താലോ? അങ്ങനെ ഒരു സാധ്യത നമ്മൾ എന്തായാലും കാണണം. അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേൺ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകാം. ഒരു കുട്ടിക്ക് എക്സാമിന് വേണ്ടിയിട്ട് പോകുന്ന സമയമാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു റീഇൻഫോഴ്സ്മെന്റ് ഫാക്ടർ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. എത്ര മോശം പഠിച്ച, അല്ലെങ്കിൽ തലേന്ന് രാത്രി ഒരു പക്ഷേ എന്തെങ്കിലും അസുഖം കൊണ്ട് പഠിക്കാനേ പറ്റിയിട്ടുണ്ടാവില്ല, ഈവൻ ദെൻ ഹി ഈസ് ഗോയിങ് ടു പെർഫോം ദ ബെസ്റ്റ്. ഇന്നലെ വരെ ചെയ്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴോ മാത്രമേ അവിടെ നമുക്ക് ബെസ്റ്റ് ആണോ അല്ലയോ എന്ന് സംശയം വരുള്ളൂ. ഇന്ന് കിട്ടിയിരിക്കുന്ന ചോദ്യ പേപ്പറിൽ ഇന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അവിടെ എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എൻ്റെ ഉള്ളിൽ മനസ്സിൽ പലതരത്തിലുള്ള ചിന്തകളും പോകുന്നുണ്ടാവും. ഈ ചിന്തകൾക്കൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇന്ന് പുറത്തെടുക്കുക. ഹൗ ദ ടീച്ചർ വാല്യുവേറ്റ്സ്
അത് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരണം. ആസ് എ സ്റ്റുഡന്റ് ഞാൻ എന്നെ പറ്റി ഇത് പറയണമെങ്കിൽ ആസ് എ പാരന്റ് എൻ്റെ അച്ഛനമ്മമാര് എന്നെ നല്ല രീതിയിൽ റീഇൻഫോഴ്സ് ചെയ്യണം, അല്ലെ? ഇതേ കാര്യം തന്നെയാണ് മറ്റു മാതാപിതാക്കളും അല്ലെങ്കിൽ ആസ് എ കൗൺസിലറും കുട്ടികളോട് പറയാനുള്ളതും മാതാപിതാക്കളോട് പറയാനുള്ളതും. ഒരു കുട്ടിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട 4 പില്ലറുകളാണ്. അതിൽ ഒന്ന് ന്യൂട്രീഷൻ, നല്ല രീതിയിലുള്ള ഭക്ഷണം. രണ്ടാമത്തത് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം, ശരീരത്തിന്റെ ചലനം. മൂന്നാമത്തത് വെൽബീയിങ്, ഓവറോൾ വെൽബീയിങ് എന്ന് പറയാം. അതിന് റെസ്റ്റ്, സ്ലീപ്പ്, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, എന്റെ ഒരു ആകത്തുകയാണ്. ശരിക്കും രാത്രി കാലങ്ങളിലുള്ള ഉറക്കമാണ് കുട്ടിയെ സംബന്ധിച്ചും വളരെ നല്ലത്. രാത്രിയിൽ മുഴുവൻ ഉറങ്ങാതെ വായിച്ചിട്ട് രാവിലെ ആവുമ്പോൾ മേ ബി 5 മണി മുതൽ 8 മണി വരെ ഉറങ്ങാം, അതിനുശേഷം 9 മണിക്ക് എഴുന്നേറ്റിട്ട് എക്സാമിന് പോകാന്ന് പറയുന്നത് വളരെ ബാഡ് ആയിട്ടുള്ളൊരു ദിനചര്യയാണ്. അത് തീർച്ചയായിട്ടും എക്സാം പെർഫോമൻസിനെ എഫക്ട് ചെയ്യും. അപ്പൊ ഈ 4 കാര്യങ്ങൾ, നല്ല ഭക്ഷണം, നല്ല ശരീര ചലനം, അതുപോലെ തന്നെ ഒരു വെൽബീയിങ് പ്ലസ് രാത്രിയിലെ നല്ല ഉറക്കം, ഇത്രയും കാര്യങ്ങളുടെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും നമ്മുടെ ആരോഗ്യം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണവും ന്യൂട്രീഷനും തന്നെയാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എന്താണോ കഴിക്കുന്നത് അതൊക്കെ ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ പെടുത്തും. പക്ഷെ ശരീരത്തിൽ ഡൈജസ്റ്റ് ആയി അത് ആഗിരണം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ മാത്രമേ അത് പോഷകത്തിന്റെ ഗണത്തിലേക്ക് വരുന്നുള്ളൂ. പോഷകത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട്? ശരിക്കും പ്രോട്ടീൻ വേണം, വൈറ്റമിൻസ് വേണം, മിനറൽസ് വേണം, കൊഴുപ്പ് ആവശ്യമുണ്ട്, അതുപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആവശ്യമുണ്ട്, ഫൈബർ ആവശ്യമുണ്ട്. ഇതൊക്കെ ഒരു കോമ്പിനേഷനിൽ കിട്ടണം. ഇത് കിട്ടണമെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശമൊക്കെ മനസ്സിലാവും. എന്താണ് നമ്മുടെ ഒരു ആവറേജ് കേരള ഡയറ്റ്? ഒരു മീൽ പ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു പകുതിയിലധികം ചോറുണ്ടാവും, അല്ലെങ്കിൽ ചപ്പാത്തിയോ മറ്റു സാധനങ്ങളോ ഉണ്ടാവും, ഒരല്പം കുറുമയും അല്ലെങ്കിൽ പുട്ടാണെങ്കിൽ കടലയും, ഇത്തരം സാധനങ്ങളൊക്കെ വെറൈറ്റി ആയിട്ടുണ്ടാവും. ഒരു പക്ഷെ ഒരു മീൻ പൊരിച്ചതോ അല്ലെങ്കിൽ ഒരല്പം ചിക്കൻ കറിയോ ഒക്കെ അതിന്റെ കൂടെ കാണുമായിരിക്കും. പക്ഷെ ഈ ഒരു കോമ്പിനേഷൻ ആണോ ശരിയായ രീതി? ഇവിടെ ഈവൻ ലോകാരോഗ്യ സംഘടന അടക്കം സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് 30% ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ആവശ്യമുണ്ട്, 25% മിൽക്ക്, കേർഡ്, മിൽക്ക് പ്രൊഡക്ട്സ് ആവശ്യമുണ്ട്, പാലും പാലുൽപ്പന്നങ്ങളും, 20% സിറിയൽസ് അല്ലെങ്കിൽ ഗ്രെയിൻസിന് വരുന്ന എഫക്റ്റ്. കാർബോഹൈഡ്രേറ്റ് ഏകദേശം 20% മാത്രമേ ഉള്ളൂ. ആക്ച്വലി കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എസെൻഷ്യൽ ഫുഡ് കാറ്റഗറിയിൽ വരുന്നേ ഇല്ല. നമ്മൾ എന്ത് കഴിക്കുമ്പോഴും, ഇപ്പൊ ചെറുപയറാണ് സാധാരണഗതിയിൽ നല്ലോണം പ്രോട്ടീൻ ഉള്ള ഒരു ഭക്ഷണം എന്ന് കൂട്ടിയാലും ഈ ചെറുപയറിൽ തന്നെ ഏകദേശം 40% കാർബോഹൈഡ്രേറ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിഞ്ഞും അറിയാതെയും നമ്മൾ കൂടുതൽ കഴിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. സോ സീരിയൽസിന് നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുള്ളൂ. 13% ഫ്രൂട്ട്സും, 7% പൾസസ്, എഗ്, ഫിഷ്, മീറ്റ് ഇതുപോലെയുള്ള സാധനങ്ങളും, 2% നട്ട്സ് ആൻഡ് സീഡ്സും ഒക്കെയാണ് നമ്മുടെ ഭക്ഷണ പ്ലേറ്റിൽ ആവറേജ് ആയിട്ട് പറയുന്നത്. ഇത് കൂടാതെ എന്ത് വേണം? വെള്ളവും ആവശ്യമുണ്ട്. സോ ഇത്തരം ഒരു ഭക്ഷണ രീതി എവിടെയാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്തുമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ ഉപയോഗിക്കുന്ന അപ്രോക്സിമേറ്റ്ലി 20 to 30% കലോറിയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ 20 to 30% കലോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ പോർഷൻ അതാണ് ഉപയോഗിക്കുന്നത്. അത്രയും ചെറിയ സൈസ് അല്ലേ? അതിനുശേഷം ഇത്രയും കൂടുതൽ എനർജി എന്തിനാ അത് ഉപയോഗിക്കുന്നത്? പല ഫങ്ഷൻസ് ഉണ്ട്, ഇൻക്ലൂഡിങ് തിങ്കിങ്, മെമ്മറി, അതുപോലെ തന്നെ നമ്മുടെ ബിഹേവിയറൽ മാനേജ്മെന്റ്, മൂവ്മെന്റ് മാനേജ്മെന്റ്. ഇതൊക്കെ വരുന്നത് ഫ്രോണ്ടൽ ലോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ടെമ്പറൽ ലോബില് ഹിയറിംഗ്, ലേണിംഗ്, മറ്റു ഫീലിങ്സ്, ഇമോഷൻസും ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ബ്രെയിൻ സ്റ്റം ബ്രീത്തിങ്, ഹേർട്ട് റേറ്റ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നു. സെറിബെല്ലം, ഇതൊന്നും നമ്മുടെ ആക്ച്വൽ ചിന്തിച്ചിട്ടുള്ള പ്രവർത്തനമല്ല. ആണോ? ഹേർട്ട് റേറ്റ്, ബ്രീത്തിങ്, ഇതൊക്കെ ഞാൻ ചിന്തിച്ചിട്ടാണോ ഞാൻ ചെയ്യുന്നത്? അല്ല. ഇതൊക്കെ ഈവൻ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും കണ്ടിന്യൂസ് ആയിട്ട് ഇതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ ചില കാര്യങ്ങൾ വോളണ്ടറി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, ചില കാര്യങ്ങൾ ഇൻവോളണ്ടറി ആയിട്ട് നമ്മുടെ ശരീരം അറിയാതെ തന്നെ ചെയ്യുന്നതുണ്ട്. ഈവൻ ഓക്സിപിറ്റൽ ലോബ്, ഒരു കുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടിയുടെ കണ്ണുകൾ പൂർണ്ണമായിട്ടും അതിന് മുകളിലുണ്ട്, ലിപ്സ് മൂവ് ചെയ്യുന്നുണ്ട്, സൗണ്ട് വരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. വായിച്ചു കഴിഞ്ഞതിന് ശേഷം കുട്ടിയോട് നമ്മൾ ചോദിക്കുകയാണ്, നീ ഇപ്പൊ വായിച്ചതിന്റെ അർത്ഥം എന്താണ്, മനസ്സിലായോ? ഒരുപക്ഷെ കുട്ടിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അവിടെ വിഷൻ ഉണ്ടെങ്കിൽ പോലും ആ വിഷനെ പ്രോസസ് ചെയ്യുന്ന, മീൻസ്
ഓക്സിപിറ്റൽ ലോബും നമ്മുടെ ഫ്രോണ്ടൽ ലോബും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ വന്നിട്ടില്ല. അതിനെ പ്രോസസ് ചെയ്തിട്ട് അതിനെ മെമ്മറൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പറൈറ്റൽ ലോബ് എന്ന ലാംഗ്വേജിനെ എടുത്ത് അതിന്റെ സെൻസസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതി അവിടെ ബ്രെയിൻ പൂർണ്ണമായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടില്ല. സോ ഇതൊക്കെ കൊണ്ട് തന്നെ ഫുഡും ന്യൂട്രീഷനും നമ്മുടെ ശരീരത്തിൽ വളരെ കൂടുതലായിട്ട് ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കുക. കാരണം ബ്രെയിൻ ആണ് നമ്മുടെ കലോറിയിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. അവിടെ ഹെൽത്തി കലോറീസ് ആഡ് ചെയ്യണം. കലോറി നമുക്ക് കിട്ടുന്ന ഏതൊക്കെ ഭക്ഷണങ്ങളാണ്? ഒന്ന് കാർബോഹൈഡ്രേറ്റ് 4 കലോറി ഉണ്ട്, ഒന്ന് ഫാറ്റ് 9 കലോറി പെർ ഗ്രാം ആണ്, പ്രോട്ടീൻ അഗൈൻ 4 കലോറി പെർ ഗ്രാം ആണ്. സോ ഇവിടെ പ്രോട്ടീനും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും നമ്മൾ കൂടുതൽ കഴിക്കുന്ന സമയത്ത് ഹെൽത്തി ആയ രീതിയിൽ തന്നെ ബ്രെയിനിന്റെ പ്രോസസ്സിങ് നടക്കാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് ആ ഒരു കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, ഇതൊക്കെ അൽഷമേഴ്സും ഡെമെൻഷ്യയും പോലുള്ള അസുഖങ്ങളിലേക്ക് ഇന്ന് ഓൾഡ് ഏജ് ഗ്രൂപ്പിനെ എത്തിക്കുന്നതും ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം ബ്രെയിനിന് വളരെ അത്യാവശ്യമാണ്. അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്കൊന്ന് പോവാം. നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് ഗട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ശരിയാണ് ഇവിടെയാണ്, പക്ഷെ ബ്രെയിൻ കൂടാതെ മറ്റൊരു പോർഷൻ കൂടിയുണ്ട്. ഇതിനെ പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്, അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയും. നമ്മുടെ വായ മുതൽ മലദ്വാരം വരെയുള്ള ആ കംപ്ലീറ്റ് കോളൺ, അതിനെയാണ് ഗട്ട് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഇതിൽ ഏതെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ വയറ് ശരിയില്ലെങ്കിൽ മൗത്ത് അൾസേഴ്സോ അല്ലെങ്കിൽ വായ്പുണ്ണ് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട്. കാരണം എന്താ? ഗ്യാസ്ട്രിക് ഇഷ്യൂ, അസിഡിറ്റി ഒക്കെ അതിന്റെ നെക്സ്റ്റിലാണ്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഏരിയ. എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയയും എവിടെയെങ്കിലും ഒരു ചെറിയ ഇഷ്യൂ വരുന്ന സമയത്ത് അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. സോ ഗട്ട് ഹെൽത്ത്, നമ്മുടെ വയറിന്റെ ആരോഗ്യം, കുടലിന്റെ ആരോഗ്യം ശരിയായിട്ട് ഇല്ലെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ന്യൂട്രിയന്റ് അബ്സോർപ്ഷൻ കുറക്കും. ശരിയായ പോഷണങ്ങൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാലും ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുന്നത് കുറയും. രണ്ടാമത്തത് നമ്മുടെ വയറിനകത്തുള്ള ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോബ്, വൈറസ്, ബാക്ടീരിയ, ഫംഗസ്, ഇതിന്റെയൊക്കെ ഒരു കോളനി ഉണ്ട്. ആക്ച്വലി നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് ഈ കോളനി. സോ അതിന്റെ കോമ്പോസിഷൻ മാറ്റും. മീൻസ് അതിൽ നല്ലതുണ്ട് മോശമുണ്ട്. സാധാരണഗതിയിൽ ഒരു 85-15% വെച്ചിട്ടാണ് പോകുന്നത്. 85% ഗുഡ് ബാക്ടീരിയയും 15% ബാഡ് ബാക്ടീരിയയും അതുണ്ട് ഉണ്ടാവണം. മീൻസ് ഫുള്ളി നല്ല ബാക്ടീരിയ മാത്രമല്ലാതെ ഒരു ബാലൻസിലാണ് പൊതുവെ ഇത് പോവുക. ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസും ഉണ്ട്, ശരീരത്തിനകത്ത് അത് ചെയ്യുന്നുണ്ട്. സോ ഇതിന്റെ ആ ഒരു കമ്പോസിഷൻ മാറ്റുന്ന സമയത്ത് അത് ബ്ലഡ് സ്ട്രീമിലേക്കും കമ്പോസിഷൻ മാറ്റാം. എങ്ങനെ? ഈവൻ ഈ ഗട്ട് ബാക്ടീരിയക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് പോലും നേരിട്ട് കണക്ഷൻ ഉണ്ട്. നമ്മുടെ ബ്രെയിനുമായിട്ട് GBA, ഗട്ട് ബ്രെയിൻ ആക്സിസ് വഴി നേരിട്ട് കണക്ഷൻ ഉണ്ട്. ഇതൊക്കെ അതിനെ എഫക്ട് ചെയ്യാം. അത് കൊണ്ട് തന്നെ ഇത് നമ്മുടെ ബ്രെയിനിനെ എഫക്ട് ചെയ്യും, മേക്ക് ചേഞ്ചസ് ഇൻ ബ്രെയിൻ. ഗട്ട് ഹെൽത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ള ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ന്യൂട്രീഷണൽ ഹെൽപ്പ് എടുക്കുക എന്നുള്ളതാണ്. ന്യൂട്രീഷണൽ ഹെൽപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ സപ്ലിമെന്റുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ പലതരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസും ഇൻക്ലൂഡിങ് അയൺ. സാധാരണഗതിയിൽ അയൺ ഡെഫിഷ്യൻസി നമ്മൾ മനസ്സിലാക്കുന്നത് ഹീമോഗ്ലോബിൻ കുറയുന്ന സമയത്താണ്. സോ ഈ ഹീമോഗ്ലോബിൻ കുറവ് ഒരുപക്ഷെ നമുക്ക് പലതരത്തിലുള്ള ക്രേവിങ്സ്, പുളിയുള്ള സാധനങ്ങളും എരിവുള്ള സാധനങ്ങളും ഇത്തരം പാക്കറ്റുകളിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ തോന്നാറുണ്ട്. അതുപോലെ തന്നെ മറ്റ് ക്രേവിങ്സുകൾ, ഷുഗർ ക്രേവിങ്സ് ഒക്കെ വരുന്നത് നമ്മൾ കഴിക്കുന്ന കാലോറിയുടെ സ്പൈക്ക് ഉണ്ടാവുന്ന സമയത്താണ്. സോ ന്യൂട്രീഷൻ പ്രോപ്പർ ആയിട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ ക്രേവിങ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തത് ഗട്ട് ഹെൽത്ത് നമ്മുടെ മൂഡിനെ എഫക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സോ മൂഡിനനുസരിച്ച് പല ആൾക്കാരും ഭക്ഷണം കഴിക്കുന്നില്ലേ? നല്ല മൂഡാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ കൂടുതൽ ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി, എന്തെങ്കിലും കുറിക്കാനുള്ള ഒരു ടെൻഡൻസി, ഇതൊക്കെ ഉണ്ടാവുന്നുണ്ട്. സോ അത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ ഗട്ട് ഹെൽത്തും മൂഡും ആയിട്ടുള്ള കണക്ഷൻ മനസ്സിലാക്കി അതിനനുസരിച്ച് കൊണ്ടുപോകണം. ആൻഡ് ഗട്ട് ഹെൽത്തിനെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഒരു സ്ട്രെസ്സിന് കാരണമാവും. ഇന്ന് രാവിലെ വയറ്റിന്ന് പോയില്ല, അല്ലെങ്കിൽ മോഷൻ ശരിയായില്ല എന്നുള്ള ഒരു പേടി. അതുകൊണ്ട് തന്നെ എക്സാം സമയത്ത് എങ്ങാൻ അങ്ങനെ ഒരു പ്രശ്നം വന്നാലോ,
2 മണിക്കൂർ അവിടുന്ന് ടോയ്ലറ്റിൽ പോലും പോകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ടോട്ടൽ മോട്ടിവേഷനെയും അല്ലെങ്കിൽ എക്സാമുമായിട്ടുള്ള പേടിയെ കൂട്ടുകയും ചെയ്യും, മോട്ടിവേഷൻ കുറക്കുകയും ചെയ്യും. സോ ഗട്ട് ഹെൽത്തിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതുണ്ട്. സാധാരണഗതിയിൽ ഗട്ട് ഹെൽത്തിനെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആവശ്യമുള്ളത് ഒന്ന് പ്രീബയോട്ടിക് അല്ലെങ്കിൽ ഈ ബാക്ടീരിയയുടെ കോളനിക്ക് ആവശ്യമുള്ള നല്ല ഭക്ഷണങ്ങളാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഈ ബാക്ടീരിയയുടെ പല കോളനികളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ കോളനിയിൽ സപ്പോസ് മധുരം ഇഷ്ടപ്പെടുന്ന ഒരു കോളനിയുടെ അളവ് കൂടുകയാണെങ്കിൽ എങ്ങനെയാ അതിന്റെ അളവ് കൂടുക? നമ്മൾ സ്ഥിരമായിട്ട് മധുരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സ്ഥിരമായിട്ട് മധുരം നമ്മൾ ഏത് തരത്തിലുള്ള ഭക്ഷണമാണോ കഴിക്കുന്നത് ആ ഭക്ഷണത്തിനനുസരിച്ചുള്ള കോളനി കൂടും. അതുകൊണ്ട് തന്നെ അടുത്ത സമയം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ എനിക്ക് അത്തരം ഭക്ഷണങ്ങൾ കൂടുതൽ വേണം എന്നുള്ള ഒരു കെമിക്കൽ മെസ്സേജ് ബ്രെയിനിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ബാക്ടീരിയയുടെ കോളനിക്ക് സാധിക്കും. അപ്പൊ എഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്ത് തരത്തിലുള്ള ഭക്ഷണത്തിനായിരിക്കും പോവുക? ഈ ബാക്ടീരിയകൾ ഏതാണോ വേണം എന്ന് നമ്മുടെ ബ്രെയിനിനോട് പറഞ്ഞത് അതിന്. സോ അങ്ങനെയാണ് പൊതുവെ ഈ ക്രേവിങ്സിന് ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മുടെ നാവിന്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് അഡാപ്റ്റ് ചെയ്ത ഒരു കാര്യമാണ് അല്ലെ? ചെറുപ്പകാലത്ത് നിങ്ങൾ ഒരുപക്ഷെ അച്ചാറുകൾ ടേസ്റ്റ് ചെയ്തിട്ടേ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എരിവുള്ള ഭക്ഷണങ്ങൾ. പക്ഷെ ക്രമേണ നമ്മൾ പുറത്തു നിന്നുള്ള ഭക്ഷണം ഒരു ശീലമാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് വീട്ടിലെ ഭക്ഷണം വേണ്ട അല്ലെങ്കിൽ അത് പിടിക്കാതായി, അതിന് രുചി കുറഞ്ഞു തുടങ്ങി. അപ്പൊ അതിന്റെ ഒരു പ്രധാന കാരണം പോലും നമ്മുടെ ടേസ്റ്റ് ബഡ്സും അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ടേസ്റ്റ് ബഡ്സ്, നമ്മുടെ ബാക്ടീരിയ ഇതൊക്കെ ഒരു ആക്സിസ് വഴി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതിനെ ഹെൽത്തി ആയിട്ട് നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് ആണ്. അതിന് ഒന്ന് പ്രീബയോട്ടിക് എന്ന് പറഞ്ഞു, അതും ഫൈബറും നമ്മുടെ ബാക്ടീരിയക്ക് വേണ്ട നല്ല ഭക്ഷണമാണ്. രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്കുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ ഒരു കോളനി തന്നെ നമ്മൾ നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുക, ഭക്ഷണത്തിന്റെ മുഖേനയാണ് അത് എടുക്കുന്നത്. ഇത്തരം പ്രോബയോട്ടിക്കുകളും വളരെ ഹെൽപ്ഫുൾ ആണ്. പ്രോബയോട്ടിക്കുള്ള ഭക്ഷണം, പ്രീബയോട്ടിക്കുള്ള ഭക്ഷണം നല്ലത് നോക്കിക്കഴിഞ്ഞാൽ തൈരാണ്. ഇപ്പൊ ആ തൈരിന് കുറച്ച് പേരൊക്കെ മാറ്റിയിട്ട് മറ്റ് പല പേരുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലെ? അത് തന്നെ ജർമ്മൻ രീതിയിലും മറ്റ് മീൻസ് ആ ഗട്ടിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ, ഗട്ട് ഹെൽത്തിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ ഇന്ന് പല മെത്തേഡുകളും കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതൊക്കെ നമ്മൾ വേണം എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നല്ല ലീഫി വെജിറ്റബിൾസ്, നല്ല ഫൈബർ കണ്ടന്റ് ഉള്ള ഹോൾ ഗ്രെയിൻസ്, ഇതൊക്കെയാണ് കൂടുതലായിട്ട് ബെനിഫിറ്റ് ചെയ്യുക. രണ്ടാമത്തത് ഈ ഒരു ഫുഡിനെ കുറിച്ചുള്ള പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ എങ്ങനെ ഉണ്ടാവണം എന്നാണ്. ഹോം മെയ്ഡ് ഫുഡ് റെസ്റ്റോറൻറ്റ് ഫുഡിനേക്കാൾ അല്ലെങ്കിൽ പാക്ക് ആയിട്ടുള്ള ഭക്ഷണത്തിനേക്കാൾ വളരെ നല്ലതായിരിക്കും. എന്ന് വെച്ചിട്ട് ഞാൻ മാഗി നൂഡിൽസ് പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് വീട്ടിലാണ് ഉണ്ടാക്കിയതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കറക്റ്റ് ആയിട്ട് നല്ല രീതിയിലുള്ള ഭക്ഷണ രീതി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഫ്രഷ് ഫ്രൂട്ട്സ് ജ്യൂസസിനേക്കാൾ എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്, ഒരു ഗ്ലാസ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം 4-5 ഓറഞ്ച് ആവശ്യമുണ്ടെങ്കിൽ ഈ 4-5 ഓറഞ്ച് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ സമയം, അതുപോലെ തന്നെ കൂടുതൽ ആന്റി ഓക്സിഡൻസും അതിന്റെ ആഡഡ് ആയിട്ടുള്ള ന്യൂട്രീഷനും കിട്ടാൻ പ്രധാനം. ഹെൽത്തി ഡ്രിങ്ക്സ് അല്ലെങ്കിൽ വെള്ളം, ഹൈഡ്രേഷൻ കൂടുതലായിട്ട് കുടിക്കുക. ഇപ്പൊ ഹെൽത്തി ഡ്രിങ്ക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഈവൻ നമ്മുടെ ക്യാരറ്റ് ജ്യൂസോ അല്ലെങ്കിൽ വെജിറ്റബിൾ ജ്യൂസസ് ഒക്കെ അതിൽ പെടുന്നതാണ്. ചിയാ സീഡ് വാട്ടർ ഒക്കെ അതിൽ പെടാം. ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഡ്രിങ്ക്സ് കഴിക്കുക എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് എനർജി കുറവ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഒരൽപ്പം പഞ്ചസാരയും ഒരു നുള്ള ഉപ്പും ഇട്ടിട്ടുള്ള വെള്ളം പോലും നമ്മൾ കുടിക്കാൻ മുമ്പ് തന്നെ സജസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോഴതൊന്നും കാണുന്നില്ല. മുമ്പ് സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ക്ഷീണം വരുന്ന സമയത്ത് ഗ്ലൂക്കോസിന് പകരം നമുക്ക് നേരിട്ട് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു പിഞ്ച് ഓഫ് സാൾട്ടും ഒരു നുള്ള ഉപ്പും ഉപയോഗിച്ചിട്ട് അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെ? ചായ, കാപ്പി തുടങ്ങിയ സാധനങ്ങളെക്കാൾ എന്തുകൊണ്ടും വളരെ കൂടുതൽ പ്രയോജനം ഇത്തരം കാര്യങ്ങൾക്കാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ, കാപ്പിക്ക് ഡയൂറിറ്റിക്കിന്റെ എഫക്റ്റ് ഉണ്ട്, അഡിക്റ്റീവിന്റെ എഫക്റ്റ് ഉണ്ട്. കോഫിക്ക് ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് പോലും 7 മണിക്കൂറോളാണ്.
മീൻസ് വൈകിട്ട് 2 മണിക്ക് ശേഷം വൈകിട്ടല്ല, ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം കാപ്പി കുടിക്കുന്നത് തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. അല്ലെങ്കിൽ ആ കാപ്പിയുടെ എഫക്റ്റ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് 7 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 9 മണി വരെ ആയത്. നമുക്ക് രാത്രിയിൽ ചൂട് കാപ്പി കൊണ്ടു കൊടുക്കാൻ അമ്മമാർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഒരു തെറ്റായ പ്രവണതയാണ്. അവിടെ ഒരുപക്ഷെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് 2 സാധനങ്ങൾക്കായിരിക്കും. രാത്രിയിലും എനർജി ആവശ്യമുണ്ട്, കുറച്ചു നേരം കൂടുതൽ ഇരുന്ന് വായിക്കണമെങ്കിൽ കസീൻ അടങ്ങിയ സാധനങ്ങൾ കൊടുക്കാം. അതിന് ഏറ്റവും നല്ലത് പാലാണ്. കസീന്റെ ലൈഫ് അല്ലെങ്കിൽ ഡൈജസ്റ്റ് ചെയ്യാൻ ആവശ്യമുള്ള സമയം എന്ന് പറയുന്നത് കൂടുതലാണ്. കൂടുതൽ എനർജി ശരീരത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. കസീനേറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മിൽക്ക് കസീൻസ് എന്ന് പറയാം. വേ പ്രോട്ടീനും കസീൻ പ്രോട്ടീനും 2 തരത്തിലുള്ള പ്രോട്ടീനാണ് പാലിൽ അടങ്ങിയിരിക്കുന്നത്. സോ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ചോക്ലേറ്റ് അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്ക് ചോക്ലേറ്റ് വിത്ത് മോർ ദാൻ 70% അതിന്റെ ചോക്ലേറ്റ് കണ്ടന്റ് ആയിരിക്കണം. ഒരു ചെറിയ കായപ്പോട് കൂടിയിട്ട് വരിക, അതും ഹെൽപ്ഫുൾ ആണ്. ഈറ്റ് അറ്റ് ഡെഫിനിറ്റ് ടൈംസ് റാദർ ദാൻ മോർ ഫ്രീക്വന്റ് ഈറ്റിംഗ്. ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ശീലം ഒഴിവാക്കിയിട്ട് ഒരു കൃത്യ പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഭക്ഷണത്തിലേക്ക് പോവുക. അത് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സാധാരണഗതിയിൽ ഒരു ഭക്ഷണം 4 പേരാണ് വീട്ടിലുള്ളതെങ്കിൽ 4 പേരും ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് അത്താഴമെങ്കിലും അത് നല്ല ശീലമാണ്. അവിടെ എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഷെയറിങ്, കെയറിങ് ആൻഡ് ലവിങ്. ഫുഡ് ഈസ് ആക്ച്വലി ഒരു ഭക്ഷണത്തിന്റെ പ്യുവർ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഷെയറിങ്, കെയറിങ് ആൻഡ് ലവിങ് എക്സ്പീരിയൻസ് ആണ്. അല്ലെ, 2 കടയിൽ നമ്മൾ ചായ കുടിച്ചാലോ നാരങ്ങ വെള്ളം കുടിച്ചു കഴിഞ്ഞാലോ ഒക്കെ നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഒരു നാരങ്ങ വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ട്, മറ്റേ നാരങ്ങ വെള്ളത്തിന് ആ ടേസ്റ്റ് ഇല്ല. ആ ഉണ്ടാക്കുന്ന ആളിന്റെ മനോഭാവം പോലും ആ നാരങ്ങ വെള്ളത്തിന് സ്വാധീനിക്കുന്നു. അപ്പൊ നമ്മളൊരു ഹോൾ മീലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കിച്ചണിലത്തെ ക്വീനിന്, അമ്മയ്ക്ക് ഇതിൽ വളരെ വലിയ രീതിയിൽ സ്വാധീനം ചെയ്യാൻ പറ്റും. മറ്റൊന്നാണ് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെന്റ്സും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റും മിനറൽസ്, അയൺ അല്ലെങ്കിൽ കാൽസ്യം, മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള മിനറൽസും വൈറ്റമിൻ ബി, വൈറ്റമിൻ ഡി തുടങ്ങിയ സാധനങ്ങളും ബ്രഹ്മി പോലെയുള്ള മെമ്മറി ബൂസ്റ്റേഴ്സും ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത്, എക്സാം സമയത്തെങ്കിലും കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാം. അത് തീർച്ചയായും ഹെൽത്തി ആയിട്ടുള്ളത് തന്നെ ആയിരിക്കണം. ഇതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവിടെയും ഒരു ചലഞ്ച് ഉണ്ട്. നമ്മളിപ്പോ ഹെൽത്തി എന്ന് പറഞ്ഞിട്ട് എത്രയോ സാധനങ്ങൾ മാർക്കറ്റിൽ പോയി നോക്കുന്നു, കാണുന്നു, പക്ഷെ ഇതൊക്കെ ഹെൽത്തി ആണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ന്യൂട്രീഷണൽ ലേബൽ അല്ലെങ്കിൽ ഇൻഗ്രീഡിയന്റ് ലിസ്റ്റ് നോക്കാം. ഇൻഗ്രീഡിയന്റ് ലിസ്റ്റിൽ ആദ്യത്തെ 3 എണ്ണത്തിൽ ഒന്ന് ഷുഗർ ആണെങ്കിൽ, ആഡഡ് ഷുഗർ, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ആഡഡ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ അത് ഒഴിവാക്കാം ആദ്യത്തെ 3 എണ്ണത്തിൽ. ഓക്കെ. അതുപോലെ തന്നെ ഷുഗർ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 10 ഗ്രാമെങ്കിലും ഷുഗർ ആണ് വരുന്നതെങ്കിൽ തീർച്ചയായും അത് മനസ്സിലാക്കണം, ഒരു സ്വീറ്റ് വെറൈറ്റി ആണ്, ഹെൽത്തി ആയിട്ടുള്ള ഒന്നും അല്ലാതെ ഡെസേർട്ട് മോഡലിൽ വരുന്ന ഒരു സാധനമാണ്. അവിടെ നമുക്ക് ആഡഡ് ആയിട്ടുള്ള ഷുഗറും മധുരവും ആണ് കൂടുതൽ വരുന്നതെങ്കിൽ നമ്മുടെ ഹെൽത്തി ബാക്ടീരിയയെ ബാലൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അത്തരം സാധനങ്ങൾ ഒഴിവാക്കാൻ പറയുന്നതാണ് ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം. ചില മാർഗനിർദ്ദേശങ്ങൾ ഈവൻ ഗവൺമെന്റ് തലത്തിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ്. അതൊന്നും ഇപ്പൊ പറയുന്ന രീതി കാണുന്നില്ല. സ്റ്റിൽ ഞാനൊന്ന് ഇവിടെ അത് സൂചിപ്പിക്കുന്നെന്ന് മാത്രം. പ്രഭാത ഭക്ഷണം വളരെ പ്രധാനമാണ്. നമ്മുടെ എക്സാം തിരക്കായാലും ഇതിനകത്തൊന്നും ഈ പ്രഭാത ഭക്ഷണങ്ങൾ ഒഴിവാക്കരുത്. പെർട്ടിക്കുലർലി പാരന്റ്സ്. എന്താ കാര്യം? കാരണം ഇത് ഒഴിവാക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ എക്സാം കഴിഞ്ഞ് വരുന്ന കുട്ടിയിലേക്ക് നമ്മൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടാവും. സോ പാരന്റ്സിന്റെ ഹെൽത്ത് എപ്പോഴും ഈ പറഞ്ഞത് ഒക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഒരിക്കലും തോന്നരുത്. എത്രത്തോളം ഷുഗർ സ്പൈക്ക് പാരന്റ്സിന്റെ ബ്ലഡിലുണ്ടോ അതുപോലെ തന്നെ ഷുഗർ താഴേക്ക് പോവും. അതുകൊണ്ട് തന്നെ കുട്ടിയിലേക്ക് കൂടുതൽ ഡിസ്ട്രസ് ആയിട്ടോ കൂടുതൽ ഒച്ചയെടുത്തിട്ടോ ഒക്കെ സംസാരിക്കാനുള്ള പ്രവണത കൂടും പാരന്റ്സിന്. സോ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതി തുടരുക. അതിപ്പോ കുട്ടികൾക്ക് മാത്രമാണെന്ന് ഇനി ഒരിക്കലും ചിന്തിക്കേണ്ട. പ്രഭാത ഭക്ഷണം പ്രധാനമാണ്. അത് പാരന്റ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും തീർച്ചയായും എടുക്കുക. മറ്റൊന്ന്, ശരിയായ സമയത്ത് ശരിയായ അളവിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം കൊണ്ടുവരാം. പഴങ്ങളും പച്ചക്കറികളും പയർവർഗ്ഗങ്ങളും ഉൾപ്പെട്ട ഭക്ഷണ രീതി തന്നെ തിരഞ്ഞെടുക്കുക.
അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷ്യവസ്തുക്കൾ കുറയ്ക്കുക. ഈ പൊരിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ബുദ്ധിമുട്ട്? നമ്മൾ ഏത് എണ്ണയിലാണ് ഉപയോഗിക്കുന്നത്, ഏത് എണ്ണയാണ് വീണ്ടും വീണ്ടും പൊരിക്കാൻ എടുക്കുന്നത്, അത് മോശമാണെങ്കിൽ തീർച്ചയായും ഉപയോഗിക്കരുത്. എണ്ണ സാധാരണഗതിയിൽ ചൂടാക്കുന്നുണ്ടെങ്കിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ നമ്മുടെ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ഉത്തമം. അതല്ലെങ്കിൽ ഒലിവ് ഓയിലിന്റെ ബോയിലിംഗ് ടെമ്പറേച്ചർ ഒക്കെ കൂടുതലാണ്. റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ കുറക്കാം. അത് മാത്രമല്ല, ഒരു പ്രാവശ്യം ബോയിൽ ചെയ്ത എണ്ണ വീണ്ടും ഉപയോഗിക്കാതിരിക്കാം. ഇത് നമുക്ക് വറുത്തതും പൊരിച്ചതുമായ എന്ന് പറയുന്നതിന്റെ ആഡ് ഓൺ ആയിട്ട് സൂചിപ്പിക്കാം. മറ്റൊന്ന്, പഞ്ചസാര, ഉപ്പ് എന്നിവ മിതമായി ഉപയോഗിക്കുക. ഇത് രണ്ടും വെളുത്ത പോയിസൺ എന്നാണ് പറയാറ്. പക്ഷെ ആ രീതിയിലൊന്നും ചിന്തിക്കേണ്ട. പഞ്ചസാരയും ഉപ്പും മൈദയും അത്തരം സാധനങ്ങളും ഒക്കെ അളവ് കുറച്ചിട്ട് ഉപയോഗിച്ചാൽ മതി. മിക്കവാറും എല്ലാ സാധനത്തിനും ഉപ്പ് ഓൾറെഡി ഉണ്ട്. അപ്പൊ ടേബിൾ സാൾട്ട്, നമ്മൾ ഭക്ഷണം ടേസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എന്തിനാ ഉപ്പ് മേശമേലെ വന്ന ഭക്ഷണത്തിലേക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. ആദ്യം ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും, എന്നിട്ട് വേണമെങ്കിൽ ഉപ്പിട്ടാ പോരെ. മിക്കവാറും കറികൾ ഉണ്ടാക്കുന്ന സമയത്ത് അമ്മമാര് തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു ബാലൻസ് കൊണ്ടുവരാൻ നോക്കാം. കുപ്പിപ്പാനീയങ്ങള് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള, മുമ്പൊക്കെ സ്പ്രൈറ്റും കൊക്കോകോളയും മാത്രമായിരുന്നെങ്കിൽ ഇപ്പൊ അതൊന്നും അല്ല. ഇപ്പൊ എത്രയോ ചെറിയ ചെറിയ 5 രൂപയുടെ 10 രൂപയുടെ 20 രൂപയുടെ ഒക്കെ എത്രയോ കുപ്പികൾ വരുന്നുണ്ട്. ഇതൊക്കെ ഒഴിവാക്കാം. ഫാസ്റ്റ് ഫുഡ് ഭക്ഷണങ്ങൾ, പാക്കറ്റ് ഭക്ഷണങ്ങൾ, ഇതൊക്കെ ശീലമാക്കാതിരിക്കുക. പ്രത്യേകിച്ച് ഇനി വരുന്ന ഒരു 3 മാസം 4 മാസം എങ്കിലും. ചോക്ലേറ്റ്, മധുരപലഹാരങ്ങൾ, ഐസ്ക്രീം, കേക്ക്, പേസ്ട്രി മുതലായവയൊക്കെ ആരോഗ്യത്തിന് ഒരു ഗുണവും ചെയ്യില്ല. അപ്പോ അത് മനസ്സിലിരിക്കട്ടെ. ആഹാര സാധനങ്ങളോടുള്ള അമിത ഇഷ്ടാനിഷ്ടങ്ങളും നിബന്ധനകളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. നമ്മൾ എത്രത്തോളം നിബന്ധന നമ്മളോട് വയ്ക്കുന്നോ അത്രത്തോളം ബുദ്ധിമുട്ട് കൂടുക മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഓരോ ദേശത്തും ഓരോ കാലത്ത് ഏതാണോ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഉണ്ടാവുന്നത് ആ പച്ചക്കറികളും പഴങ്ങളും കൂടുതൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്ടർ, ഇതൊക്കെ ഭക്ഷണത്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞതെങ്കിൽ, മൂവ്മെന്റ്, ശരീരത്തിന്റെ ചലനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഇൻഡോർ ആക്ടിവിറ്റി ആവാം, ഔട്ട്ഡോർ ആക്ടിവിറ്റി ആവാം, ഫിസിക്കൽ ആക്ടിവിറ്റി ആവാം, ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ആവാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. സോ ഏത് ആക്ടിവിറ്റി ആണോ നിങ്ങൾ എൻജോയ് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടികൾ എൻജോയ് ചെയ്യുന്നത്, ആ ആക്ടിവിറ്റി ഒരുമിച്ച് പറ്റുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ചെലവഴിക്കാം. എല്ലാ മൂവ്മെന്റ്സും എക്സസൈസ് ആണ്. അതിന് പ്രത്യേകിച്ച് ഇന്ന രീതിയിൽ ഞാൻ ജിമ്മിൽ പോയാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ചെയ്യണം, അരമണിക്കൂർ കൃത്യമായിട്ട് ചെയ്യണം, ഒന്നുമില്ല. ശരീരം അനങ്ങി കൂടുതൽ നേരം നമ്മൾ ചെയ്യാന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. മേ ബി ഒരു 15 മിനിറ്റിന്റെ ഒരു 3-4 പ്രാവശ്യമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു കുട്ടി കുറെ നേരം ഇരുന്ന് വായിക്കുന്നതിനിടയിൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പ് തീർച്ചയായിട്ടും കൊടുക്കേണ്ടതുണ്ടല്ലോ. അപ്പൊ ആ 10 മിനിറ്റ് സമയം ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, ഒന്ന് വാമപ്പ് ചെയ്യുക, ശരീരത്തിന്റെ എല്ലാ ഭാഗവും അനക്കാനൊന്ന് ശ്രദ്ധിക്കുക. പെർസ്പെക്റ്റീവ് അബൌട്ട് ഈ ബോഡി മൂവ്മെന്റ്സിനെ പറ്റിയിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു ഇൻഡോർ ആക്ടിവിറ്റിയിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യുക. ഈ ഇൻവോൾവ്മെന്റ് ഒരു പക്ഷെ നമ്മുടെ അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഒന്ന് അടിച്ചു വാരുന്നതിനോ ഒക്കെ ആവാം. ഇതൊക്കെ നമ്മുടെ വീട്ടിന്റെ ഹൗസ് ഹോൾഡ് ജോലികളാണെന്ന് പറഞ്ഞിട്ട് മാറ്റിവെക്കേണ്ട ആവശ്യമൊന്നുമില്ല. വാഴക്ക് വെള്ളമൊഴിക്കുന്നതായാലും 2 വാഴയുള്ളെങ്കിൽ അത്രയൊന്നും സമയം വേണ്ട. നമ്മുടെ കൈക്ക് തീർച്ചയായിട്ടും അത് ഗുണം ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇതൊന്നും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ തുടങ്ങുമ്പോൾ വേദനിക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു ശീലത്തിലേക്ക് കൊണ്ടുവരിക. കൂടുതൽ സമയം ഇരുന്നിട്ട് നമ്മള് വായനയിലാണെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നടുവിനും നമ്മുടെ കഴുത്തിനും നമ്മുടെ കണ്ണിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം ഇന്നത്തെ പഠനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത് തന്നെ ഒരുപക്ഷെ പലതരത്തിലുള്ള എക്സാമുകളും പലതരത്തിലുള്ള ചാനലുകളും വഴി. അപ്പൊ അത്തരം ചാനലുകൾ നമ്മുടെ ബ്ലൂ സ്ക്രീൻ, നമ്മുടെ കണ്ണിലേക്കുള്ള ബ്ലൂ ലൈറ്റിന്റെ അളവ് കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ അളവ് കുറക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്, അതാണ് അടുത്ത ടോപ്പിക്, 3-ാമത്തെ കാര്യം. സ്ക്രീൻ ടൈം കുറക്കാം, റിയൽ ടൈം കുറക്കാം. സ്ക്രീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലൂ സ്ക്രീൻ അല്ലെങ്കിൽ ബ്ലൂ ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതേ സമയത്ത് റിയൽ ടൈം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എത്രത്തോളം റീൽസ് യൂസ് ചെയ്യുന്നുണ്ടോ കൂടുതൽ അത്രത്തോളം നമ്മുടെ ശരീരത്തിൽ ഡോപ്പമൈൻ സെക്രീഷൻ കൂടും. ഡോപ്പമൈൻ എന്താണ്? ശരീരത്തിലെ ഒരു ന്യൂറോ കെമിക്കലാണ്. ഈ ഡോപ്പമൈൻ സെക്രീഷൻ കൂടുന്നതുകൊണ്ട് തന്നെ ഒരു പ്ലസന്റ്നെസ്, നമ്മുടെ ശരീരം സന്തോഷത്തോടെ ഇരിക്കാനുള്ളൊരു ചാൻസ് കൂടും. ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലെങ്കിലോ,
നമുക്ക് ആങ്സൈറ്റി വരും, ഡിപ്രഷൻ വരും, മൂഡ് ഓഫ് ആവും. ഇതും നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചും നമ്മളെ സംബന്ധിച്ചും പ്രാക്ടിക്കലി ഹാപ്പനിങ് ആണ്. ഇപ്പോഴ് റീൽസിനാണ് വളരെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതേ റീൽസ് തന്നെ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മനസ്സിനെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. സോ എക്സാം സീസണിലെങ്കിലും റീൽസ് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. നമ്മുടെ പഠനവും നമ്മുടെ ബെഡ്റൂമും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അറ്റ്ലീസ്റ്റ് ബെഡ്റൂമും പഠന റൂമും ഒക്കെ മിക്ക വീട്ടിലും ഒന്ന് തന്നെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ബെഡും പഠനവും തമ്മിൽ മാറ്റി നിർത്തുക. കിടക്ക തീർച്ചയായിട്ടും നമുക്ക് ഉറങ്ങാനുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ആ കിടക്കയെ പഠനത്തിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് എന്താണ് എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബെഡിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ മനസ്സ് അവിടെ ആക്റ്റീവ് ആയിരിക്കും. നമ്മൾ അവിടെ ഒരു പ്രീ പ്ലാനിങ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി അതിന്, മനസ്സ് അതിന് പ്രിപ്പയർഡ് അല്ല ഉറങ്ങാൻ വേണ്ടിയിട്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ശരീരത്തിന് റെസ്റ്റ് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഉറങ്ങുന്നത്. ആ റെസ്റ്റിന്റെ സമയത്ത് ബോഡിയിൽ റെസ്റ്റോറേഷൻ, അല്ലെങ്കിൽ റീജനറേഷൻ, ഈവൻ റീജുവനേഷൻ ഒക്കെ നടക്കുന്ന സമയമാണ്. ഇത് കറക്റ്റ് ആയിട്ട് നടക്കണമെങ്കിൽ നമ്മൾ തന്നെ അതിനുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ബെഡ് ലാമ്പുകൾ പോലും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബെഡ് ലാമ്പ് തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്? ബെഡ്റൂം എൻവയോൺമെന്റിൽ ഇതൊക്കെ വരുന്നുണ്ട്. ബെഡ് ലാമ്പ് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ എപ്പോഴെങ്കിലും നമുക്ക് എഴുന്നേക്കേണ്ടി വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ആദ്യം മെയിൻ ലൈറ്റ് ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഈ ബെഡ് ലാമ്പ് ഓൺ ചെയ്ത് നമ്മുടെ കണ്ണിന് ആ ഒരു ലൈറ്റുമായിട്ടൊരു താതാത്മ്യം വരാൻ, ഒരു സ്മൂത്ത്നെസ് വരാൻ വേണ്ടിയിട്ടാണ് ബെഡ് ലാമ്പുകൾ. അല്ലാതെ രാത്രി മുഴുവൻ ഓണാക്കി വെച്ചിട്ട് ഇരിക്കാനല്ല. സോ തീർച്ചയായും അങ്ങനെ ഒരു എൻവയോൺമെന്റിന് നമ്മൾ കോൺഷ്യസ്ലി കാണേണ്ടതുണ്ട്. സോ കൂടുതൽ സമയം ഇരിക്കുന്നത്, സിറ്റിംഗ് ഈസ് ന്യൂ സ്മോക്കിംഗ് എന്നാണ് പറയാ. കൂടുതൽ സമയം ഇരിക്കുന്നത് ഒഴിവാക്കിയിട്ട് നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ആ, നമ്മുടെ എന്തൊക്കെ ചാപ്റ്റേഴ്സ് ആണോ നമ്മൾ ഇനി കംപ്ലീറ്റ് ചെയ്യാനുള്ളത്, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ ഇനാക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിന്റെ ഇനാക്ടിവിറ്റിയിലേക്ക് കൊണ്ടുപോവാണ് ചെയ്യുക. സോ അവിടെ നമ്മൾ ബ്രേക്ക് എടുത്തിട്ട് ഒന്ന് റീഫ്രഷ് ആയി തിരിച്ച് വീണ്ടും അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബ്രെയിനിന്റെ ആക്ടിവിറ്റിയും നമ്മുടെ ആക്ടിവിറ്റിയും ഒരു ഫോമിലേക്ക്, ഒരേ വേവ് ലെങ്ത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോസിബിൾ ആണ്. 7 to 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങേണ്ടത് ആവശ്യമുണ്ട്. ഒരു 30 to 40 മിനിറ്റിന് ശേഷം ഒരു ബ്രേക്ക് എടുക്കേണ്ടത് ആവശ്യമുണ്ട്. ആൻഡ് മെഡിറ്റേഷൻ ഹെൽപ്സ്. നമ്മുടെ ബ്രെയിനിന് കോൺസെൻട്രേഷൻ കിട്ടാനും നമ്മുടെ ശരീരത്തിന്റെ ലെവൽ, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ കോശങ്ങളുടെയും ഫ്രീക്വൻസി മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ മെഡിറ്റേഷൻ ഹെൽപ്പ് ചെയ്യും. നല്ല പോലെ ബ്രീത്തിങ് എക്സസൈസുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ഫിയർ, ആങ്സൈറ്റി അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന ഒരു കുട്ടിക്ക് ആക്ച്വലി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ ഒരു ഡീപ് ബ്രീത്തിങ് എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അത് അവരുടെ ആങ്സൈറ്റിയെ വളരെ കുറക്കുന്നുണ്ടാവും. മറ്റൊന്ന്, ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. രാത്രിയിൽ വളരെ വൈകിട്ടുള്ള ഭക്ഷണം, മേ ബി ഒരു 8 മണിക്ക് ശേഷമുള്ള ഭക്ഷണം കുട്ടിയെ ഒരു തരത്തിലും ഹെൽപ്പ് ചെയ്യില്ല. ബോഡിക്ക് റെസ്റ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോവുക. നമ്മൾ രാത്രിയില് വളരെ ലേറ്റ് ആയിട്ട് കിടക്കുന്നത് ഒഴിവാക്കിയിട്ട് വേണ്ട, നേരത്തെ കിടക്കാം, എന്നിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാം എന്ന് വിചാരിക്കുമ്പോഴേ ഭക്ഷണം ദഹിച്ചിട്ടില്ലെങ്കിൽ അവിടെ ബോഡിക്ക് റെസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഉണരുന്ന സമയത്ത് ഫ്രഷ് ആയിട്ടല്ല എഴുന്നേൽക്കുക. അപ്പൊ ഒരു 6 മണി ടു 8 മണി, തീർച്ചയായും ഒരു 7 മണിക്ക് അടുപ്പിച്ച് തന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത്തരം കുട്ടികൾക്ക് രാവിലെ എഴുന്നേറ്റിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ വായിക്കാൻ പറ്റുന്നുണ്ടാവും. സോ മറ്റൊന്ന്, നമ്മുടെ മൈൻഡ് സെറ്റ്. 4ാമത്തെ പില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. ഈ മൈൻഡ് സെറ്റ് എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണെങ്കിൽ നമ്മുടെ മെമ്മറി, നമ്മുടെ ലോജിക് ആൻഡ് റീസണിങ്, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി. എന്താണ് ഡിസിഷൻ മേക്കിംഗ് ഈ എക്സാം സമയത്ത്? അവിടെ ഓപ്ഷൻസ് വരുന്നുണ്ടല്ലേ. 8 ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഈ 8 എണ്ണത്തില് 7 എണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ 6 എണ്ണം മാത്രമേ എഴുതുന്നുള്ളൂ. ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് തന്നെ കുട്ടിക്ക് എന്ത് മനസ്സിലാക്കണം? ഈ 6 എണ്ണത്തിൽ ഏതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഴുതാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയാവുന്നത് ഏതാണ് എന്നുള്ളത് ഞാൻ അവിടെ മനസ്സിലാക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ അതില് പോയിന്റ്സ് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മനസ്സിലേക്ക് അതൊരു ഓർഡറിലേക്ക് കൊണ്ടുവരാനോ പറ്റണം. ഇവിടെ ഡിസിഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എന്താവും? 7 എഴുതണോ 8 എഴുതണോ അല്ല 6 എഴുതണോ എന്നുള്ള സംശയത്തിൽ നിൽക്കും. ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഓർത്തിരുന്നത് പോലും മറന്നുപോകും.
സോ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ പോസിറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് വളരെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ. ജനറലി നമ്മുടെ പോസിറ്റീവ് ഔട്ട്ലുക്ക് ആണ് ലൈഫിനെ പ്രതി നല്ല രീതിയിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ, അത് ടീച്ചർമാരായിക്കോട്ടെ, സ്കൂളിനെ പറ്റി ആയിക്കോട്ടെ, ഫ്രണ്ട്സിനെ പറ്റി ആയിക്കോട്ടെ, അങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പെർഫോമൻസ് മെച്ചമാവുള്ളൂ. അവരുടെ മാത്രമല്ല, നമ്മുടെ പെർഫോമൻസ് കൂടി മെച്ചമാവുള്ളൂ. ഒരു കുട്ടി ഇത് തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതാണ്. എന്ത് രീതിയിലാണ് ഞാൻ എൻ്റെ ഭാവി ജീവിതത്തിനെ കാണുന്നത്, ആ പോസിറ്റീവ് ഔട്ട്ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻഡ് ഓൾ ടുഗദർ ഇറ്റ്സ് ഓൾ അബൌട്ട് പീസ് ആൻഡ് ഹാപ്പിനെസ്. നമ്മുടെ മനസ്സുഖം, നമ്മുടെ മനസ്സിന്റെ ശാന്തി, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. നമ്മൾ എന്ത് എഴുതി, എന്ത് കഴിഞ്ഞു, എന്തൊക്കെയാണ് നമ്മുടെ കൂടെയുള്ള സർട്ടിഫിക്കറ്റ്സ്, ഇതൊക്കെ ടെമ്പററി ആണ്. ഇതിന്റെ ഒന്നിച്ചു വരുന്നത് എന്താ, ഞാൻ എന്താ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ അതില് ഫ്ലൈയിങ് കളേഴ്സ് ആയിട്ട് തിരിച്ചു വരുന്ന സമയത്താണ്, ഹൈ മാർക്കോട് കൂടിയിട്ട് വരുന്ന സമയത്താണ്. ആൻഡ് വാട്ട് ഇറ്റ് ഗിവ്സ് ഹാപ്പിനെസ്. പക്ഷെ ആ ഹാപ്പിനെസിന്റെ ഒന്നിച്ച് തീർച്ചയായിട്ടും അവിടെ എക്സാം റിലേറ്റഡ് ആയിരുന്നെങ്കിൽ അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്, അഡീഷണൽ ഉത്തരവാദിത്വമുണ്ട്. പ്ലസ് ടുവിന് നല്ല മാർക്ക് കിട്ടി, അതുകൊണ്ട് തന്നെ നെക്സ്റ്റ് വരുന്ന എക്സാമിന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഉള്ള എൻട്രൻസിന് എനിക്ക് നല്ല മാർക്ക് വാങ്ങേണ്ടതുണ്ട്. ബട്ട് അൾട്ടിമേറ്റ്ലി ഇതൊന്നും ഇല്ലെങ്കിലും ഹാപ്പിനെസ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പം ഹാപ്പിനെസ്സിന് കൂടുതൽ മുൻതൂക്കം കൊടുത്തിട്ട് അതിന്റെ ഒന്നിച്ച് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് കൊടുക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ ബ്രെയിൻ ആക്ടിവിറ്റീസ് ഷാർപ്പാവും, ആ കുട്ടിയുടെ മൊത്തത്തിലുള്ള കൺസെപ്റ്റ് സ്യൂട്ടബിൾ ആവും. സോ എന്താണ് ഇവിടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആറ്റിറ്റ്യൂഡും നമ്മുടെ മൈൻഡ് സെറ്റും പോസിറ്റീവ് രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകണം. സോ ഏതൊരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒന്ന്, ആ ദിവസത്തെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് തലേന്ന് രാത്രിയാണെന്ന് ഓർക്കുക. എങ്ങനെയാത്? നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടിയിട്ട്. ആൻഡ് വേക്ക് അപ്പ് ഫ്രഷ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പുതിയ ബിഗിനിങ് ആണ്, ഒരു പുതിയ തുടക്കമാണ്. ഞാൻ ഇന്നലെ തന്നെ ഇന്നത്തേക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് എ ന്യൂ ബിഗിനിങ്, ന്യൂ മോർണിംഗ്, ആൻഡ് സ്റ്റാർട്ട് എ ഫ്രഷ്. പോസിറ്റീവ് സ്റ്റോറീസ്, പോസിറ്റീവ് വീഡിയോസ്, ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നത് നല്ലതാണ്. അത് വീഡിയോസ് മാത്രമല്ല, ആക്ച്വലി പോസിറ്റീവ് സ്റ്റോറീസും റീഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളുമാണെങ്കിൽ ഒരുപക്ഷെ ബുക്കാണ് ഏറ്റവും നല്ലത്. ഈവൻ ഈ ബുക്കുകൾ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു വായനയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ മൈൻഡ്, വിഷൻ ബ്രെയിൻ കോർഡിനേഷൻ വളരെ കൂടുതലുണ്ടാവും. നമുക്ക് കാര്യങ്ങൾ കൂടുതൽ നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. സോ സ്റ്റോറീസ്, പോസിറ്റീവ് സ്റ്റോറീസ് ഈവൻ ഈ ഒരു സമയത്തും വായിക്കാൻ പറ്റുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റീൽസ് കാണുന്നത് ഒഴിവാക്കാം. എന്താണ് റീൽസിന്റെ ബുദ്ധിമുട്ട്? ഡോപ്പമൈൻ സ്പൈക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് ഫീൽ ഗുഡ് ഫാക്ടർ കൊടുക്കും. അത് നമ്മൾ വായിക്കുന്ന കാര്യങ്ങളിൽ കോൺസെൻട്രേഷൻ കുറയ്ക്കും. നമ്മുടെ ശ്രദ്ധക്കുറവ് തീർച്ചയായിട്ടും എക്സാം സീസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കായിരിക്കുമല്ലോ, ശ്രദ്ധ. അതുപോലെ തന്നെ ശരിയായ രീതിയിൽ നമുക്ക് എഴുതാനുള്ള റെസിപ്രൊക്കേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അല്ലെ. ഓർമ്മ, മെമ്മറി, ഇതൊക്കെ വരും. പക്ഷെ ഇതൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഈ റീൽസ് എന്ന് പറയുന്നത് 15 സെക്കൻഡാ, അപ്പൊ അല്ലെങ്കിൽ 1 മിനിറ്റ്. ഈ 15 സെക്കൻഡിനുള്ളിൽ നമ്മുടെ ശ്രദ്ധ വേറൊന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് എവിടെ ഒരു എക്സാമിൽ അരമണിക്കൂർ ഇരുന്നിട്ട് ഒരു ചോദ്യം എഴുതാൻ പറ്റുക അല്ലെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റുക? നമുക്ക് അവിടെ ശ്രദ്ധ കിട്ടില്ല. അത് എക്സാം എഴുതുന്നതിന് മാത്രമല്ല, പഠിക്കുന്ന സമയത്താണെങ്കിലോ അപ്പോഴും നമുക്ക് മേ ബി ഒരു 3 മിനിറ്റോ 10 മിനിറ്റോ എടുത്തിട്ട് ഒരു ടോപ്പിക്ക് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ റീൽസിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ഇത് പോസിബിൾ അല്ല. അവിടെ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ പുറത്ത് സൂര്യപ്രകാശത്തിലേക്ക് പോകുമ്പം അത് നല്ലൊരു മൈൻഡ് ബൂസ്റ്റർ ആണ്, പോസിറ്റീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ അത് നമ്മുടെ സർക്കാഡിയൻ രഥത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ ഐസ്, ഇതിനെ രണ്ടിനെയും ബൂസ്റ്റ് ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. സർക്കാഡിയൻ റിതം നമ്മുടെ ഹോർമോൺസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സോ ഇത്തരം ഹോർമോൺസിനെ ശരിയായ രീതിയിൽ സെക്രീറ്റ് ചെയ്യാനും അതിന്റെ ഒരു ബാലൻസ് കൊണ്ടുപോകാനും ഗോയിങ് ഔട്ട് ഇൻ ദ സൺ നല്ലതാണ്. മെയിൻറ്റെയിൻ എ ഗുഡ് ഹൈജീൻ ഫോർ യുവർ റൂം ആൻഡ് യുവർ ബോഡി.
നേരത്തെ ഞാൻ ഹൈജീനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മുടെ റൂം എൻവയോൺമെന്റിനും നമ്മുടെ ശരീരത്തിനും രണ്ടിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് തോന്നണം രാവിലെ എഴുന്നേറ്റിട്ട് ഒരു മെസ്സി ആയിട്ടുള്ള ഒരു ടേബിളാണ്, സ്റ്റഡി ടേബിളാണ് നമ്മൾ കാണുന്നതെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് ഒരുപാട് വായിക്കാനൊന്നും തോന്നില്ല. അപ്പൊ അതിന് പകരം തലേന്ന് രാത്രി കിടക്കുമ്പോൾ തന്നെ റീഡിംഗ് റൂം അല്ലെങ്കിൽ നമ്മുടെ ടേബിള്, വായനാ ടേബിള് ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ ഇരുന്ന് വായിക്കാനുള്ളൊരു ഇന്റൻഷൻ അല്ലെങ്കിൽ തോന്നല് തീർച്ചയായിട്ടും ഉണ്ടാവും. പോസിറ്റീവായിട്ട് നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റും. ആൻഡ് ഇതൊക്കെ ആദ്യത്തെ ദിവസം തന്നെ പെർഫെക്റ്റ് ആവണം എന്നൊന്നുമില്ല. തീർച്ചയായും ഇതൊക്കെ ടൈം എടുക്കും. സ്ലോലി സ്ലോലി, ബട്ട് ക്യാൻ യു ചേഞ്ച് ഇറ്റ് വൺ അറ്റ് എ ടൈം? ഒരു കാര്യമെങ്കിലും, ഇങ്ങനെ ഒരു കാര്യമെങ്കിലും നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും 365 ദിവസം 0.1 അല്ലെങ്കിൽ 0.01 ചേഞ്ച് ആണ് കൊണ്ടുവരുന്നതെങ്കിലും ഇൻ എൻ ഇയർ ഇറ്റ് ബിക്കംസ് മൾട്ടിപ്ലൈഡ് ബൈ 1. പവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിന്റെ റേഷ്യോയിൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പവർ നമ്മുടെ ശരീരത്തിന് വളരെ കൂടുതലാണ്, ബ്രെയിനിന് വളരെ നല്ല രീതിയിൽ ചെയ്യും. ആൻഡ് പെർഫെക്റ്റ് പ്രാക്ടീസിലേക്ക് നമ്മൾ തന്നെയാണ് ഇതിനെയൊക്കെ കൊണ്ടുപോകേണ്ടത്. സോ എന്തായിരിക്കണം നമ്മുടെ തോട്ട് പ്രോസസ് ആസ് എ പാരന്റ് അല്ലെങ്കിൽ ആസ് എ കൗൺസിലർ, നമ്മൾ ആൻഡ് ആസ് എ സ്റ്റുഡന്റ്? നമ്മുടെയൊക്കെ തോട്ട് പ്രോസസ്സ് പോകുന്ന ഒരു പ്രത്യേക പാറ്റേണിലാണ്. നമ്മൾ എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും കാണുക. അതൊരു പക്ഷേ മുമ്പ് പറയാറുണ്ട്, മഞ്ഞ കണ്ണട വെച്ചിട്ട് നമ്മൾ കാണുന്നതൊക്കെ മഞ്ഞ നിറത്തിലുണ്ടാവുന്നു. ആ ആ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കാണേണ്ടതുണ്ട്. എക്സാം ടൈം നമ്മൾ എത്രത്തോളം ലാഘവത്തോട് കൂടിയിട്ട് നമ്മൾ കാണുമോ, എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് നമ്മൾ പെർഫോം ചെയ്യുന്നു, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുമോ, അതിനനുസരിച്ച് നല്ല രീതിയിൽ പോകും. ബട്ട് നെഗറ്റീവ് അട്രാക്ട്സ് നെഗറ്റീവ്. പോസിറ്റീവ് എല്ലാ സമയത്തും പോസിറ്റീവിനെ അട്രാക്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നെഗറ്റീവ് തീർച്ചയായിട്ടും നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. ആൻഡ് ഇറ്റ് ഹാസ് എ സ്പൈറലിംഗ് എഫക്ട്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചുഴിയിൽ പെട്ട പോലെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ശരിക്കും നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് ആവശ്യമുണ്ട്. ഇത്തരം ചിന്തകൾക്ക് ഒരു സാധ്യതയില്ല, അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ ബേസിസ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കിയിട്ട് പോയിട്ടും കാര്യം ഉണ്ടാവില്ല. പക്ഷേ ആ തോട്ട്സ് അവിടെ ഉണ്ട്, ആൻഡ് ഇറ്റ് ഇസ് എ ഫാക്ട്. അത് ശരിയാണ്. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ നെഗ്ലക്ട് ചെയ്യും? എന്താണ് അവിടെ? നമ്മുടെ ബ്രെയിനിന്റെ പെർഫോമൻസിനെ തിരിച്ച് നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, പാരന്റ്സിന്റെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും നോർമൽ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് നമ്മുടെ കോൺഷ്യസ് എഫേർട്ട് ആവശ്യമുണ്ട്. സോ ഇതിന്റെ അളവ് എല്ലാവരിലും ഇത്തരം ഒരു പ്രോബ്ലം ഉണ്ടെങ്കിലും ഇതിന്റെ അളവിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. എങ്ങനെ ഈ അളവിൽ മാറ്റം വരുന്നത്? നമ്മുടെ ശീലങ്ങളുടെ ത്രൂ. അപ്പൊ ഇത്തരം ശീലങ്ങൾ എന്തൊക്കെയാണ് നമുക്കിവിടെ, എങ്ങനെയാണ് ഇത്തരം ശീലങ്ങളിലേക്ക് പോവുക? അതിന് ഈ ഒരു പാരന്റ്സിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എളുപ്പമാണ്. പാരന്റ്സ് ആങ്സൈറ്റി. സാധാരണഗതിയിൽ നമുക്ക് എന്താണ്, കുട്ടി ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, കുട്ടിക്ക് രാവിലെ എഴുന്നേറ്റ് പഠിക്കാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ എക്സാമിന് അവൻ പഠിച്ച കാര്യങ്ങൾ വന്നില്ലെങ്കിലോ പലതരത്തിലുള്ള ആൻസൈറ്റി ഉണ്ടാവും. ഫിയർ ഓഫ് റെസ്പോൺസിബിലിറ്റി. ഞാൻ ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ചെയ്തു കൊടുക്കുന്നത് കറക്റ്റ് അല്ലേ എന്നുള്ളൊരു ഫിയർ. ആ ഫിയർ കൊണ്ടും ഇത്തരം ഒരു ആൻസൈറ്റിയിലേക്ക് എത്താം. ലോസ് ഓഫ് കൺട്രോൾ. നമ്മൾ വീണ്ടും വീണ്ടും കുട്ടി പഠിച്ചോ, കുട്ടിയുടെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓവർ മോണിറ്ററിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് എഗെയിൻ അവനിലുള്ള കോൺഫിഡൻസ് കുറഞ്ഞു കുറഞ്ഞു പോകും. ആൻഡ് ടേക്ക് ഇറ്റ് പേഴ്സണൽ. പേഴ്സണൽ ഹിസ്റ്ററി. ഞാൻ ഇങ്ങനെ എത്ര നല്ല രീതിയിൽ പഠിച്ചതാണ്, അല്ലെങ്കിൽ എന്റെ കാലത്ത് ഇതുപോലെ പഠിക്കാൻ അവസരം കിട്ടിയിരുന്നില്ലല്ലോ. ഇത്തരം പേഴ്സണൽ ഹിസ്റ്ററിയും ഇതേ കുട്ടിയുടെ തന്നെ പാസ്റ്റ് എക്സാംസും ലാസ്റ്റ് പെർഫോമൻസിനെ എങ്ങനെ എഫക്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളിവിടെ കണക്ട് ചെയ്യുകയാണ്. അതിന്റെ ഒന്നിച്ച് തന്നെ മറ്റ് അവന്റെ കൂടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന്റെയോ ഫ്രണ്ട്സിന്റെയോ കുട്ടികൾ ഏത് ലെവലിലാണ് പഠിക്കുന്നതെന്ന് കമ്പയർ ചെയ്യുന്നത്. സോഷ്യൽ പ്രഷർ എന്ന് വേണമെങ്കിൽ അതിനെ സൂചിപ്പിക്കാം. ഇത്തരം കമ്പാരിസൺസും ഇത്തരം പേഴ്സണലൈസേഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ മുകളിലേക്ക് ആസ് എൻ ആൻസൈറ്റി പാരന്റ്സ് ഇടുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഹൈപ്പർ വിജിലൻസ്. കുട്ടിയുടെ ചെറിയ മാറ്റങ്ങൾ പോലും ശരീരത്തിലും ഇമോഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ മെന്റൽ ആയിട്ടുള്ളതുമായിട്ടുള്ള ചെറിയ മാറ്റങ്ങൾ പോലും വാച്ച് ചെയ്തിട്ട് അതിനെ ഒരു മീനിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പാരന്റ്സ് കൂടുതൽ ശ്രദ്ധിക്കുക. അതും ഒരുപക്ഷെ കുട്ടിയുടെ മുകളിലേക്ക് മോശം രീതിയിലേക്കാണ് എഫക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ആ ചിന്തകൾ വന്നോട്ടെ,
പക്ഷെ അതിനെ ഇപ്പൊ ഞാൻ എന്റർടൈൻ ചെയ്യില്ല എന്ന് ഉറപ്പിക്കുകയാണ് ആസ് എ പാരന്റ്. ഞാൻ ഇപ്പൊ തന്നെ അതിന് സൊല്യൂഷൻ കാണാനോ അതിനെ എന്റർടൈൻ ചെയ്യാനോ അതിന് നെക്സ്റ്റ് ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് തരില്ല. ഈ ഇപ്പോഴുള്ള തോട്ട് പാറ്റേണിനെ മാറ്റിയിട്ട് ഒരു പോസിറ്റീവ് തോട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാ നെഗറ്റീവ് മീഡിയയും ഒഴിവാക്കുക. സപ്പോസ് നമ്മുടെ വാട്സപ്പ് ചാനൽ ആവാം, അല്ലെങ്കിൽ യൂട്യൂബിലുള്ള ഏതെങ്കിലും ഒരാൾ പറഞ്ഞ ഒരു കാര്യമായിരിക്കാം. ഇത്തരം കാര്യങ്ങളെ ടെമ്പററി ആയിട്ടെങ്കിലും നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ഗുഡ് ഇൻ ദ മോർണിംഗ്. നമ്മൾ രാവിലത്തെ സമയം തീർച്ചയായിട്ടും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ബേസ്ഡ് അഫർമേഷൻ, നന്ദി ഉണ്ടായിരിക്കണം. ആ നന്ദി നമ്മുടെ അഫർമേഷനിൽ പുറത്തു വരികയും വേണം. നമ്മൾ തന്നെ നമ്മളോട് നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ആ അഫർമേഷൻസ് മാത്രമേ നമ്മുടെ നല്ല ആക്ഷൻസിൽ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള നമ്മുടെ ഇന്ററാക്ഷൻസിൽ നല്ല രീതിയിൽ വരുള്ളൂ. ആൻഡ് ബി എ ഗുഡ് ഫൈൻഡർ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ഗുഡ്. പോസിറ്റീവ് കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. സോ ഒരുപക്ഷെ നമ്മൾ ഈ ബൈനോക്കുലർ പോലെ അല്ലെങ്കിൽ സംതിങ് ക്യൂരിയസ് ആയിട്ട് നമ്മൾ വളരെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ വളരെ സ്ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഗുഡ് ഫൈൻഡർ ആവേണ്ടി വരും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെയും ആരോഗ്യത്തിൽ വലിയ രീതിയിൽ മാറ്റം കൊണ്ടുവരും. ആക്ച്വലി ഇറ്റ്സ് ഓൾ എ പാർട്ട് ഓഫ് എ സിസ്റ്റം. നമ്മളൊരു ലക്ഷ്യം, ഒരു എക്സാം കഴിഞ്ഞു, ഈ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കൊടുക്കുന്നതിന് പകരം നമ്മളൊരു സിസ്റ്റത്തിലേക്ക് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് പെർഫോമൻസ് ആണോ ഈ എക്സാം പെർഫോമൻസ് ആണോ, അല്ല കാരിയർ ആണോ മുഖ്യം, അല്ല ക്യാരക്ടർ ആണോ മുഖ്യം? എ സിസ്റ്റം ഹെൽപ്സ് ക്രിയേറ്റ് ക്യാരക്ടർ. ഒരു സിസ്റ്റമാറ്റിക് രീതിയിൽ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ വഴി നല്ല ഒരു ഫോർമേഷനിലേക്ക് കൊണ്ടുപോകാൻ, അതിനു വേണ്ടിയിട്ട് കുട്ടിയെ പ്രാപ്തനാക്കുക എന്നുള്ളതാണ് ഒരു ശരിയായ മെന്റർഷിപ്പ്. അത് പാരന്റ്സിന്റെ തലത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ട് ഒരുപക്ഷെ പാരന്റ്സ് അവരെ തന്നെ മനസ്സിലാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ന് ആ കുട്ടിയുടെ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇന്റലക്ച്വൽ ടെസ്റ്റുകളൊക്കെ ഉണ്ടെന്ന്, നമ്മളൊക്കെ പേഴ്സൻറ്റേജ് ലെവലിലാണ് നമ്മുടെ IQ ലെവലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇത്തരം ടെസ്റ്റുകൾ ഒന്ന് നമ്മുടെ പേഴ്സണൽ ലെവലില്, ഞാൻ എന്റെ പേഴ്സൻറ്റേജ് IQ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലും എന്റെ കുട്ടിയുടെ IQ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിലും ഒരുപക്ഷെ എന്റെ കുട്ടി എന്നെക്കാൾ വളരെ നന്നായിരിക്കും അറിവിലും ഇന്റലിജൻസിലും. അപ്പൊ അതിനുശേഷവും അവൻ എന്തുകൊണ്ട് വലിയ രീതിയിൽ മുന്നോട്ട് പോവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ, അല്ലെ? ആ IQ ലെവലിലുള്ള കുട്ടി, അവനെ തീർച്ചയായിട്ടും ഒരു സിസ്റ്റത്തിന്റെ പാർട്ടാക്കി കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ആ സിസ്റ്റത്തിൽ ചെറിയ ചെറിയ സ്റ്റെപ്സ്, ചെറിയ ചെറിയ, ആക്ച്വലി ദാറ്റ് ഈസ് എ വെഹിക്കിൾ. നമുക്ക് ശരിയായ ഡയറക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അവിടെ തരുന്നത്. ആൻഡ് ഇത് ഫർദർ നമുക്കൊരു ഗ്രോത്തിനുള്ള പോസിബിലിറ്റിയാണ് തരുന്നത്. അതിനെ നമ്മൾ ആ രീതിയിൽ തന്നെ കാണണം. സോ ലീഡ് ബൈ എക്സാമ്പിൾ. ആസ് എ പാരന്റ് നമുക്ക് ഒരു പോസിറ്റീവ് റോൾ മോഡൽ ആവാൻ പറ്റണം. എങ്ങനെയാണ് പോസിറ്റീവ് റോൾ മോഡൽ ആവുക? ഒരുപക്ഷെ നമ്മൾ പണ്ട് മുതലേ കേൾക്കുന്ന ഒരു കാര്യമാണ്, ടീച്ചർ പുകവലിക്കും അതുകൊണ്ട് കുട്ടികളും പുകവലിക്കാൻ പഠിച്ചു എന്ന്, അല്ലെങ്കിൽ പാരന്റ്സ് പുകവലിക്കും. ഈ പുകവലി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ശീലത്തിനെ പറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട് നെഗറ്റീവ് ശീലത്തിനെ പറ്റി മാത്രം സൂചിപ്പിക്കണം? നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ, ഒരു ചെറിയ എക്സാമ്പിൾ, എനിക്ക് സ്ട്രെസ് വരുന്ന സമയത്ത് അൺകൺട്രോളബിൾ ആയിട്ട് ഞാൻ ഒരുപക്ഷെ ഇമോഷൻ റേസ് ആവുന്ന സമയത്ത് ഞാൻ ഡീപ് ബ്രീത്ത് എടുക്കുക. ഞാൻ പീസ്ഫുള്ളി ഇരുന്നിട്ട് ഒരുപക്ഷെ ഒന്ന് കണ്ണടച്ച് വളരെ ഡീപ് ബ്രീത്ത് എടുത്തിട്ട് 1 2 3 കൗണ്ട് ചെയ്ത് ഒരു 10 വരെ എണ്ണിയിട്ട് അതിനുശേഷം ഞാൻ റെസ്പോണ്ട് ചെയ്യുക, റിയാക്ട് ചെയ്യാതിരിക്കുക. ഇതൊരു നല്ല ശീലമാണ്. ഈ ശീലം കുട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ലേ? തീർച്ചയായിട്ടും ചെയ്യും. ആൻഡ് ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. ഞാൻ ഇന്ന് ചെയ്തു എന്നുള്ളത് കൊണ്ട് നാളെ മുതൽ അവൻ അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ വാച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ അത്രയും ക്ലോസ് മോണിറ്ററിങ് ആവശ്യമില്ല. ബി പേഷ്യന്റ്. ഇറ്റ് ടേക്സ് ടൈം, ബട്ട് ഇറ്റ് ഗിവ്സ് ഔട്ട്പുട്ട്. ശരിയായ രീതിയിൽ അത് നമ്മുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആകെത്തുകയാണ് നമുക്ക് തരുന്നത്. എക്സാം ടൈം എന്ന് പറയുന്നത് നമ്മൾ ജീവിതത്തിലെ ഒരു സിറ്റുവേഷൻ മാത്രമായിട്ട് കണക്കാക്കിയാൽ മതി. ആൻഡ് ദർ ആർ സോ മെനി അതർ സിറ്റുവേഷൻസ്. ഇതിപ്പോ തുടങ്ങിയിട്ടുള്ളൂ, ഇനിയും എന്തൊക്കെ വരാനിരിക്കുന്നു. അപ്പൊ അതിനെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ശരിയായ മെത്തേഡ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ പാരന്റ്സ് ഇതിനെ പറ്റി ചിന്തിക്കേണ്ടത്. ആൻഡ് ഓൾ ടുഗദർ ദി ചൈൽഡ് ഷുഡ് ഫീൽ യു ആർ മൈ ഹീറോ. ആ പാരന്റ്സിനെ പറ്റിയിട്ട് തീർച്ചയായിട്ടും ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അഭിപ്രായം വരണം. അങ്ങനെ വരണമെങ്കിൽ അത് ബൈ ബർത്ത് വരുന്നതല്ല.
ബൈ ലുക്ക് വരുന്നതല്ല. ഇറ്റ്സ് ഓൾ ത്രൂ ആക്ഷൻസ്. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള ആക്ഷൻസിൽ കൂടി മാത്രമേ വരുള്ളൂ. അപ്പൊ ആരോഗ്യത്തിന്റെ 4 പില്ലേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ പാരന്റ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ പാരന്റ്സിനെ പോലെ തന്നെ കുട്ടികളും സ്ലോലി ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുവരുമ്പോൾ ലൈഫ് വിൽ ബി ഓൾ ടുഗദർ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടാവും. സോ താങ്ക് യു ആൻഡ് ബാക്ക് ടു ഹോസ്റ്റ്. താങ്ക് യു സർ, നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. വളരെ മനോഹരമായ ഒരു ക്ലാസ്. എല്ലാ തലങ്ങളും, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ സമയവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട 4 പില്ലേഴ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പില്ലർ നമ്മുടെ മനസ്സാണ്, അല്ലെങ്കിൽ കുട്ടികളുടെ മനസ്സാണ്. അതിനെ മെരുക്കേണ്ട ചുമതല മാതാപിതാക്കൾക്കാണ് എന്ന് വളരെ കൃത്യമായിട്ട് നമ്മളതിന്റെ റോൾ മോഡൽ ആകണം സാറ് അവസാനം പറഞ്ഞു നിർത്തിയപ്പോൾ. ഒരുപക്ഷെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതും എന്നാൽ അതിനേക്കാളും ബെറ്റർ ആയിട്ട് സംഭവിക്കുന്ന രീതിയിലുള്ള ഒരു കുട്ടികളുടെ ഒരു ഫ്യൂച്ചർ നമ്മുടെ മുമ്പിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു ചേഞ്ച് നമ്മളിലേക്ക് ഉണ്ടാക്കണം. അതിന് എപ്പോഴും കുട്ടികളുടെ കാര്യങ്ങളെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളെ കൃത്യമായിട്ട് അറിയാനുള്ള ഒരു ടെൻഡൻസി കൊണ്ട് നമ്മൾ ഉണ്ടാക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ജലജാമ്മ, എന്തെങ്കിലും കൂടുതൽ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ? ഈ പറഞ്ഞതില് ഇപ്പൊ സാർ പറഞ്ഞതിനോട് കൂടുതലായിട്ട് യോജിക്കുന്നു. എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളെല്ലാം ഈ സാർ മറ്റ് സനിൽ സാർ പറഞ്ഞതുപോലെ പ്രാവർത്തികമാക്കണമെങ്കിൽ മൈൻഡ് ഒന്ന് അലൈൻഡ് ആയിട്ട് ഇരിക്കണം. എങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. അത് പാരന്റും കുട്ടിയും തമ്മിലുള്ള ഒരു റാപ്പോ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവർ തമ്മിലൊരു ശരിയായ ബന്ധം, അതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ഒരു അടുപ്പം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമാണ്. അത്രയേ പറയാനുള്ളൂ. തീർച്ചയായിട്ടും മാഡം. അതില് ആഡ് ഓൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഒരു സ്ട്രെസ്ഫുൾ, നമ്മള് ഒരു നല്ല സുഹൃത്തിനെ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? ഒരു പ്രശ്നം വരുന്ന സമയത്ത് ആരാണോ സഹായിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ കുട്ടിയെ സംബന്ധിച്ച് ഒരുപക്ഷെ എക്സാം എന്ന് പറയുന്നത് ഒരു സഹായം ആവശ്യമുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ആ സമയത്ത് പാരന്റ്സ് ശരിയായ രീതിയിൽ ബിഹേവിയർ തുടങ്ങിക്കഴിഞ്ഞാൽ, നോട്ട് ദിസ് എക്സാം, നെക്സ്റ്റ് എക്സാം ആവുമ്പോഴേക്കും അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ആവുമ്പോഴേക്കും അവർ തമ്മിലുള്ള ഒരു നല്ല റാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. റാപ്പോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ എല്ലാം നന്നാവാം എന്ന് ചിന്തിക്കുന്നതിന് പകരം റാപ്പോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയായിട്ട് എക്സാം സീസണിനെ നമുക്ക് എടുക്കാൻ പറ്റും. നല്ല സുഹൃത്താകണം അല്ലെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അധ്യാപകർ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ അതുകൊണ്ടുള്ള ഗുണങ്ങൾ വളരെ പോസിറ്റീവാണ്. ഇപ്പൊ ഒരുപക്ഷെ പുതിയ ജനറേഷൻസ് അവർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്, വളരെ ഈസി ആയിട്ട് മാതാപിതാക്കളെ ക്യാപ്ചർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതോടൊപ്പം മാതാപിതാക്കൾക്ക് തിരിച്ചും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പക്ഷെ എവിടെയൊക്കെ അവിടെ ആ കാര്യത്തിൽ ഫെയിൽ ആകുന്നു, അവിടെ എല്ലാം പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. സാർ പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. ജീവിതത്തിലെ പഠനത്തിന്റെ സമയം എന്ന് പറഞ്ഞൊരു പ്രശ്നമല്ല, പ്രശ്നങ്ങളുടെ ഒരു വലിയ ചങ്ങല പുറകിലുണ്ട്. അപ്പൊ ഇതിനെ നേരിട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു വലിയ ധൈര്യം നമുക്ക് കിട്ടും. അപ്പൊ അതിന് തീർച്ചയായും ഒരു ഗോൾ സെറ്റിംഗ് ആവശ്യമാണ്. ആ ഗോള് വളരെ കൃത്യമായിട്ട് മാതാപിതാക്കൾ, ടീച്ചർ, കുട്ടികൾ അങ്ങനെയുള്ള ഇന്ററാക്ഷനിലൂടെ ഡെവലപ്പ് ചെയ്ത് വരേണ്ടതാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നാൽ പിന്നെ ആ പാത്ത് വേ ക്ലിയർ ആണെങ്കിൽ യാത്രയും എളുപ്പമാവും എന്ന് പറഞ്ഞ പോലെ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റും. ഓക്കെ, വേറെ ഇനി ആരുള്ള? സരസമ്മ മാം, മധു സാർ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയൂ. ബാക്കി എല്ലാവരും പോയി തോന്നുന്നു അല്ലെ? ഓക്കെ, വളരെ ലെങ്തി സെഷൻ ആയിരുന്നു. സ്വല്പം ലെങ്തി ആയിപ്പോയി. ഈ പീക്ക് ടൈം ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇത് കണ്ടോളും, ആളുകൾ കണ്ടോളും, കുഴപ്പമില്ല. സരസമ്മ മാം, എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. മധു സാർ. സോ താങ്ക് യു ജലജ മാം, വളരെ സന്തോഷത്തോടെ കമന്റ്സ് ഒക്കെ പറഞ്ഞതിന്. സനൽ സാർ, വളരെ സന്തോഷം. ഈ സമയത്ത് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിനെ 4 പില്ലേഴ്സിലൂടെ അത് വലിയൊരു റോളാണ്. ഓരോ ഭാഗത്തിനും ഒരു റോൾ മോഡൽ ആവശ്യമുണ്ട്.
അപ്പോൾ ആ റോൾ മോഡൽ എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നും ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നൊക്കെ സാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചു. സോ PCT-യുടെ ഭാഗത്തു നിന്ന് സാറിന് എല്ലാവിധ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. വീണ്ടും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സനൽ സാർ എന്തെങ്കിലും കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു. നന്ദി മാത്രം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. സി യു. വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ഓക്കെ, സി യു.